ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بنور الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സ്നേഹം നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, സയ്യിദന്മാരെ, സാദാത്തുക്കളെ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, ശബ്ദം പ്രോബ്ലം ഉണ്ടോ? അപ്പോ ഏതായാലും അൽഹംദുലില്ലാ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മുൻപേ നടക്കുകയും എല്ലാം കൊണ്ടും നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ടാകും. ഒരുപക്ഷെ നേരിട്ട് കാണുകയോ ഇടപെടുകയോ ചെയ്യാത്ത ആളുകൾക്ക് പോലും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാകും. നമ്മുടെ സയ്യിദന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻഗാമികൾ അഹ്ലുബൈത്ത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അഹ്ലുബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലുബൈത്ത് എന്ന് പറയുന്നത്, എന്റെ പിൻഗാമികൾ എന്ന് പറയുന്നത് കസഫീനത്തി നൂഹ്, മഹാനായ സയ്യിദന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. ആരെങ്കിലും ആ കപ്പലിൽ പ്രവേശിച്ചാൽ അവർ രക്ഷപ്പെട്ടു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അന്ന് തൂഫാൻ വെള്ളം ഉണ്ടായ സമയത്ത്, വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്, ലോകം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് മഹാനായ സയ്യിദന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറിയവരൊക്കെ പിന്നീട് വിജയിക്കുകയാണ് ചെയ്തത്. ആ ഒരു ഉപമയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. മാലിക് ദീനാർ മുതൽ നമുക്ക് കിട്ടിപ്പോന്ന മഹിതസുന്ദരമായ ആശയവും ജീവിത രീതികളുമൊക്കെ നമ്മൾ ഇന്നോളം കളങ്കം വരാതെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് അഹ്ലുബൈത്തിനോടുള്ള വല്ലാത്ത ഇഷ്ടം. കേരളീയരായ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച്. കാരണം കേരളത്തിൽ അഹ്ലുബൈത്തിങ്ങൾക്കാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ അടുത്ത് സ്ഥാനവും ഹൃദയങ്ങളിൽ സ്ഥാനവുമുള്ളത്. അഹ്ലുബൈത്ത് എപ്രകാരമാണോ പറയുന്നത്, അഹ്ലുബൈത്ത് എന്താണോ കൽപ്പിക്കുന്നത്, അതിന് പിന്നിൽ അണിനിരക്കുക എന്ന രീതിയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളത്. അഹ്ലുബൈത്തിനെ ഒഴിവാക്കിക്കൊണ്ട്, അഹ്ലുബൈത്തിനെ മനസ്സിൽ നിന്ന് എടുത്ത് പറിച്ചു നട്ടുകൊണ്ട് ഒരു ജീവിതം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടതാണ്. നമ്മൾ ഒരുപാട് വായിച്ചും പലരുടെയും സംസാരത്തിൽ നിന്ന് കേട്ടറിഞ്ഞതാണ്. അവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആശയവും അവരൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടന്ന നല്ല കാര്യങ്ങളും എപ്പോഴും
ജീവിതത്തിൽ പകർത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. അവരൊക്കെ ഏത് മാർഗമാണോ നമുക്ക് കാണിച്ചു തന്നത് ആ പാതയിലൂടെ സഞ്ചരിക്കാനും അവര് നമുക്ക് വെട്ടിത്തന്ന വഴി ആ വഴി ഒന്നുകൂടി സുഗമമാക്കി അതിലൂടെ സഞ്ചരിക്കാനുമൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൊടപ്പനക്കൽ തറവാട്ടിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, ലോകത്തിനോട് തന്നെ പറയേണ്ട ആവശ്യമില്ല. കൊടപ്പനക്കൽ തറവാട് അത്രമേൽ മുസ്ലിങ്ങളുടെ ഹൃദയസ്ഥ പിടിച്ചു. കടലുണ്ടിപ്പുഴയോരത്തെ പാണക്കാട് ഗ്രാമത്തിൽ സ്നേഹത്തിന്റെ ഗോപുരമായി തല ഉയർത്തി നിൽക്കുന്ന കൊടപ്പനക്കൽ തറവാട് അത് മുസ്ലിം കേരളീയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ഗേഹമാണ്. പ്രശ്നങ്ങൾക്ക്, പരാതികൾക്ക്, പരിഭവങ്ങൾക്ക്, പരിവട്ടങ്ങൾക്കൊക്കെ ആശാകേന്ദ്രമായി, ഒരു തണലായി, എല്ലാവരും പുൽകാനുള്ള ഒരു സ്ഥലമായി, ഒരു കേന്ദ്രമായി കൊടപ്പനക്കൽ തറവാട് മാറി. പാരമ്പര്യത്തിന്റെ മഹാത്മ്യം വിളിച്ചറിയിക്കുന്ന ആ തറവാട്ടിന്റെ മുറ്റത്ത് മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സുബഹിക്ക് കിഴക്ക് വെള്ള കീറുന്നത് മുതൽ തുടങ്ങി അങ്ങ് പാതിര കഴിഞ്ഞിട്ടും രാവേറെ ചെന്നിട്ടും നിലയ്ക്കാത്ത ജനപ്രവാഹത്തിന്റെ മുമ്പിൽ സൗമ്യനായി, സുസ്മേരവദനായി, പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ വലിയ മനുഷ്യന്റെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അധികാര ചിഹ്നങ്ങളിലായിരുന്നു, അധികാരത്തിന്റെ ഗർവില്ലായിരുന്നു, അധികാരത്തിന്റെ യാതൊരുവിധ രീതിയിലുള്ള ആളുകൾക്കിടയിൽ കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പരലക്ഷം ജനഹൃദയങ്ങളിൽ, ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ അതിരുകളില്ലാത്ത സാമ്രാജ്യം സൃഷ്ടിച്ചെടുക്കാൻ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് കഴിഞ്ഞു. പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ സ്ഥാനമാനങ്ങളും അധികാരങ്ങളുമൊക്കെ പലതുണ്ടായിട്ട് പോലും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു പുരുഷായുസ് മുഴുവൻ സമൂഹത്തിന് സമർപ്പിക്കുകയായിരുന്നു. സൗമ്യതയുടെ ആൾരൂപമായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ മഹാനവറുകളുടെ വിശേഷണം സൗമ്യമായിരുന്നു, വിനയമായിരുന്നു. നമ്മുടെ സംഘടനയുടെ ലേബൽ കൂടിയായ SKSSFന്റെ അതിന്റെ ലേബലിലുള്ളതാണ് വിനയം എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മൻ തവാദഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. ആരെങ്കിലുമൊക്കെ വിനയം കാണിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ഉയർത്തും. വമൻ തകബ്ബറ, ആരെങ്കിലും ഒക്കെ അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കുകയാണെങ്കിൽ വളഅഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പാടെ അയാളെ നിലംപരിശാക്കി കളയും. ഈയൊരു ഹദീസിനെ അന്വർത്ഥമാക്കും വിധമായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിതവും വീക്ഷണവും. തികച്ചും വിനയമായിരുന്നു, ആരോടും വിനയം കാണിക്കുമായിരുന്നു. ഒരു വേള ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിച്ചു പോവുകയാണ്. മർക്കസിലൊക്കെ പലപ്പോഴും എന്റെ ചെറിയ കാലങ്ങളിൽ, മർക്കസിൽ 1-2 വർഷങ്ങളിൽ പഠിക്കുന്ന സമയത്ത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർക്കസിന്റെ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ എല്ലാവരോടും പുഞ്ചിരി തൂകിക്കൊണ്ട്, എല്ലാവരെയും കാണേണ്ട വിധത്തിൽ കണ്ടുകൊണ്ട്, എല്ലാവരോടും അഭിവാദനം പറഞ്ഞുകൊണ്ട്, കുട്ടികളോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന, സുസ്മേരവദനായി പുഞ്ചിരി തൂകിക്കൊണ്ട് എല്ലാവരോടും പെരുമാറുന്ന ആ ഒരു മഹാമനീഷിയാണ് ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വലിയ കുടുംബ പാരമ്പര്യം. ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മഹാനായ പൂക്കോയ തങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഊടും പാവും നൽകിയ മഹാനായ സയ്യിദുന പൂക്കോയ തങ്ങൾ. മഹാനവറുകളുടെ വിയോഗത്തിന്റെ ശേഷമാണ് 3.5 പതിറ്റാണ്ടുകാലം ഈ സമൂഹത്തിന്റെ അത്താണിയായി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിലനിന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായി അതിന്റെ അമരത്തിരിക്കുമ്പോഴും
വളരെ സർവാദരണീയനായിരുന്നു. ആരൊക്കെ വരുമ്പോഴും പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരുമ്പോൾ വളരെ മാന്യമായ രീതിയിൽ അവരെ വിളിച്ചിരുത്തുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി വല്ലാത്തൊരു, ആ കുടുംബത്തിന്റെ തന്നെ വല്ലാത്തൊരു ബർക്കത്താണ്. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ മഹാനവറുകൾ എല്ലാവരെയും ഒരുപോലെ കാണുന്ന രീതി, എല്ലാവരോടും സംസാരിക്കുന്ന രീതി, അത് തന്നെ ഒരു നല്ല വ്യക്തിയുടെ അടയാളമാണ്, നല്ല പ്രകൃതത്തിന്റെ അടയാളമാണ്. വളരെ എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും ഒക്കെ ആളുകളെ അതിന് കീഴിൽ നിർത്താനും ആളുകളോട് പറയേണ്ട സമയത്ത് പറയാനൊക്കെ മഹാനവറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അശരണരായ, അഗതികളായ, അവശരായ ഒരുപാട് ആളുകൾ ആ സ്നേഹത്തിന്റെ തീരത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആലംബമില്ലാതെ ആരുമില്ലാതിരുന്ന, ആരുമില്ലാതെ നടന്നിരുന്ന ആളുകൾ സമാധാനത്തിനു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, ഇഷ്ടത്തിനു വേണ്ടി, അഭയത്തിനു വേണ്ടി ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന പൂമരച്ചൂട്ടിൽ അഭയം തേടിയിട്ടുണ്ട്. വളരെ മാസ്മരികമായിരുന്നു മഹാനവറുകളുടെ പെരുമാറ്റവും രീതിയും വ്യക്തിത്വവുമൊക്കെ. ആ നേതാവിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ രാമത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തെയും പാരമ്പര്യത്തെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ സാദാത്യങ്ങളുടെ, സയ്യിദന്മാരുടെ ഒക്കെ പാരമ്പര്യം വരുന്നത്, മിക്ക ആളുകളുടെയും പാരമ്പര്യം വരുന്നത് ഹദർമൗത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ പറിച്ചു നടൽ കാണുന്നത്. ഹദർമൗത്തിൽ നിന്ന് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളപട്ടണത്ത് വന്ന് താമസമാക്കിയ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 34ാമത്തെ പരമ്പരയിൽപ്പെട്ടയാളാണ് മഹാനായ സയ്യിദ് മുഹമ്മദ്, പരമ്പരയിൽപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹളർമിയിലൂടെയാണ് മഹാനായ സയ്യിദ് കുടുംബത്തിന്റെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വംശാവലി കേരളത്തിന്റെ തീരത്ത് തന്നെ ആരംഭിക്കുന്നത്. ഹിജ്റ 1159 തെരീമിൽ ജനിച്ച മഹാനായ അലിയുൽ ഹളറമി റളിയല്ലാഹു അൻഹു 1181 കോഴിക്കോട്ട് കപ്പലിറങ്ങുന്നത്. കപ്പലിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ ഉദ്ദേശം, പണ്ടുണ്ടായിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അറബികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം വരുന്നത് കച്ചവടത്തിലൂടെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിലൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അലിയുൽ ഹളറമിയുടെ പൗത്രനും അതുപോലെ മമ്പറം ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ ശിഷ്യനുമായ സയ്യിദ് മുഹ്ലാർ തങ്ങളാണ് ഏറനാട്ടിലെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം പ്രദേശത്ത് വന്ന് താമസാക്കിയത്. ഹിജ്റ 1231 സയ്യിദ് മുഹ്ലാറിന്റെ മകനായി ജനിച്ച സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. അങ്ങനെയാണ് പിന്നെ കടലുണ്ടിപ്പുഴ തീരത്തേക്ക് വരുന്നത്. ചരിത്രം വളരെ മനോഹരമാണ്. തങ്ങളെക്കുറിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. സയ്യിദ് മുഹ്ലാർ തങ്ങള്, സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ കടലുണ്ടിപ്പുഴയോരത്തെ പാണക്കാട്ട് ഗ്രാമത്തിൽ താമസാക്കുന്നത്. സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ മുതലാണ് സയ്യിദ് മുഹ്ലാർ തങ്ങളുടെ മകനായി ജനിച്ച സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ കടലുണ്ടിപ്പുഴയോരത്ത് അഥവാ പാണക്കാട്ട് ഇന്നുള്ള കടലുണ്ടിപ്പുഴയോരത്ത് താമസാക്കിയത്. അങ്ങനെ കൂടുതലൊന്നും പറയുന്ന വലിയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. മഹാനവറുകളുടെ ഖബർ നമുക്കറിയാം വെല്ലൂർ ആണ്, തമിഴ്നാട്ടിലെ വെല്ലൂരാണ് മഹാനവറുകളുടെ ഖബർ ഉള്ളത്. പൂക്കോയത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും. സമുദായ സേവനത്തിനു വേണ്ടി സമുദായത്തിന്റെ സേവനത്തിനു വേണ്ടി അന്നേ അവർ മുന്നിൽ നടന്നിരുന്നു. എന്നുവെച്ചാൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുൻഗാമികളായ ആളുകൾ, വല്യുപ്പമാർ, അവരൊക്കെയും തന്നെ നേതൃത്വം നൽകിയിരുന്നത്, കൊണ്ടു നടന്നിരുന്നതൊക്കെ എപ്പോഴും സോഷ്യൽ സർവീസിൽ, സാമൂഹിക സേവനം, അതിനുവേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ച ആളുകളായിരുന്നു അവർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുഷാവറ അംഗമായി മഹാനായ പൂക്കോയ തങ്ങൾ 1969 മുതൽ മരണം വരെ, നമുക്കൊക്കെ അറിയാം, മരണം വരെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ബഫ്ഖി തങ്ങളുടെ വിയോഗത്തിന് ശേഷം പിന്നീട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായത് PMS പൂക്കോയ തങ്ങളാണ്. ഈ ദാമ്പത്യ വല്ലരിയിലാണ് പൂക്കോയ തങ്ങളുടെ മക്കളായി പഞ്ചനക്ഷത്രങ്ങളിൽ മൂത്തപുത്രനായിട്ടാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലെ തറവാട്ടിലൊക്കെ മഹാനവറുകൾ വിളിക്കാറുള്ളത്. പലപ്പോഴും അടുത്ത് അറിയുന്ന നമ്മുടെ തന്നെ ഉസ്താദുമാരൊക്കെ പലപ്പോഴും കോയമോൻ എന്നാണ് പറയാറുള്ളത്.
വല്യങ്ങൾ പാപ്പ അല്ലെങ്കിൽ കോയമോൻ എന്ന രീതിയിലാണ് അല്ലേ, കോയമോൻ എന്ന രീതിയിലാണ് എല്ലാവരും പറയാറുള്ളത്. ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളുകൾ സ്നേഹപൂർവ്വം വിളിക്കുന്നതാണ് അങ്ങനെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കോയമോൻ എന്ന പേരിൽ 1936 മെയ് 4 മഹാനവറുകൾ ജനിച്ചത്. ചരിത്രം ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയല്ല. ചെറുപ്പം മുതലേ പഠനത്തോട് വലിയ താല്പര്യമായിരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. ചെറുപ്പം മുതലേ വല്ലാതെ പഠനത്തോട് വലിയ അതുകൊണ്ടാണ് ഈജിപ്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഏറ്റവും തഴക്കവും പഴക്കവും ദീനി ഉലൂമിന്റെ രംഗത്ത് ചടുലമായ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് നടത്തുന്ന ഈജിപ്തിലെ അൽ അസ്ഹർ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ പോയി പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു തങ്ങൾക്ക്. അങ്ങനെ കാനാഞ്ചേരി പള്ളിയിൽ പഠിക്കുന്ന കാലത്ത്, വളവന്നൂരിനടുത്താണ് കാനാഞ്ചേരി, വളവന്നൂര് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും. കാനാഞ്ചേരി പള്ളി, അവിടെയാണ് മഹാനവറുകൾ ദർസ് പഠിച്ചത്. ദർസ് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഭാഷയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അറബി ഭാഷയെ വല്ലാത്ത ഇഷ്ടപ്പെട്ടിരുന്നു. സ്വർഗത്തിലെ ഭാഷ അല്ലേ, ദീനിന്റെ ഭാഷ, ഖുർആനിന്റെ ഭാഷ, മുത്തുനബിയുടെ ഭാഷ, ആ ഭാഷയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു, പ്രത്യേക സ്നേഹമായിരുന്നു തങ്ങൾക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനവറുകൾക്ക് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതരായ ഷേഖ് അബ്ദുൽ മുൻലം നമീർ, അതുപോലെ മുബിർ തുടങ്ങിയ ആളുകളൊക്കെ കോഴിക്കോട്ട് വന്നത്. അങ്ങനെ അറബി ഭാഷ പഠിക്കാനുള്ള വല്ലാത്ത ആഗ്രഹം, പഠിക്കുവാനുള്ള അടക്കാനാവാത്ത അഭിവാജ്ഞയായിരുന്നു. അത് കാരണം മഹാനവറുകൾക്ക് വല്ലാതെ താല്പര്യം കൊണ്ട് ഈ ആളുകളൊക്കെ പോയി കണ്ടു. അവിടുത്തെ പണ്ഡിതന്മാർ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാർ കേരള സന്ദർശനാർത്ഥം വന്ന സമയത്ത് മഹാനവറുകളോട് പോയി കണ്ടു. പിന്നീട് പിൽക്കാലത്ത് ഈജിപ്തിന്റെ പ്രസിഡന്റായി മാറിയ അൻവർ സാദത്ത് ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. അൻവർ സാദത്ത് അധ്യക്ഷനായിരുന്ന ഒരാളുടെ പക്ഷം പിന്നീട് ഒരു കത്ത് എഴുതി കൊടുത്തയക്കുകയും അങ്ങനെ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒളിമങ്ങാത്ത ശോഭ നിലനിൽക്കുന്ന മാനവ സമൂഹത്തിന്റെ 5000 വർഷങ്ങൾക്കപ്പുറത്തെ ചരിത്രം ഒളിച്ചു വച്ചിരിക്കുന്ന പിരമിഡുകളുടെ നാട്ടിലേക്ക് അറിവിന്റെ പുതിയ ആഴവും ആകാശവും ഒക്കെ തേടിക്കൊണ്ട് 1958 മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോയിൽ ജ്വലിച്ചു നിൽക്കുന്ന വിജ്ഞാനത്തിന്റെ കലവറയാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. ഫാത്തിമിയ്യ ഭരണകൂടം, ഞാൻ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം അൽ അസ്ഹറിന്റെ ചരിത്രം വളരെ മനോഹരമാണ്. ഫാത്തിമിയ്യ ഭരണകൂടം നിർമ്മിച്ച അറിവിന്റെ ഈ വിളക്കുമാടത്തിന് കീഴെ മുസ്ലിം ലോകത്തെ പ്രമുഖരായ ഒരുപാട് ആളുകൾ പണ്ഡിതന്മാരൊക്കെ അറിവിന്റെ ആദ്യാക്ഷരം എഴുതിയവരാണ്. ഒരുപാട് ആളുകൾ, നമ്മുടെ ഇമാം സുബ്കിയും ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയും ഒക്കെ ഇവിടെ നിന്ന് ഇൽമു നുകർന്നവരാണ്. ഇന്ന് കാണുന്ന രീതിയിലായിട്ടില്ലെങ്കിൽ പോലും അന്ന് ജാമിഉൽ അസ്ഹറിന്റെ പള്ളിയിലായിരുന്നു ദർസ് നടന്നിരുന്നത്. മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഒക്കെ അവിടെ പോയി പഠിച്ചവരാണ്. മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം, നമ്മുടെ ദീൻ ഉലൂമുകളുടെ ഒക്കെ പ്രഭവ കേന്ദ്രമായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അസ്ഹറിൽ പഠിച്ചതാണ്. അസ്ഹർ എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലല്ലെങ്കിലും അന്നത്തെ പള്ളി ദർസിൽ, അസ്ഹറിന്റെ ജാമിഉൽ അസ്ഹറിൽ ഒരുപാട് പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ജാമിഉൽ അസ്ഹറിൽ പോയി പഠിച്ചവരാണ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അല്ലേ, ഫിഖ്ഹിലെ സമുന്നതനായ പണ്ഡിതനാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. അതുപോലെ സഹീഹുൽ ബുഖാരിയുടെ പ്രധാനപ്പെട്ട ശർഹാണ് മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഫത്ഹുൽ ബാരി അല്ലേ, ഫത്ഹുൽ ബാരി അറിയാത്തവരുണ്ടാവില്ല. ബുഖാരിയുടെ അർത്ഥം വെക്കുമ്പോൾ ആദ്യം ഫത്ഹുൽ ബാരിയാണ് നമ്മൾ മുന്നിൽ വെക്കുക. ഈ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇവരെ പോലെയുള്ള സമുന്നതരായ ലോകത്തിന്റെ പണ്ഡിതന്മാരൊക്കെ പഠിച്ച കേന്ദ്രത്തിൽ പോയി ലോക മുസ്ലിങ്ങളുടെ ഈ അഭിമാന ഗേഹത്തിലേക്കാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ ദീന് പഠിക്കണം, ഭാഷ പഠിക്കണമെന്ന ഒടുങ്ങാത്ത ആഗ്രഹത്തോടു കൂടി ഈജിപ്തിലേക്ക് പോകുന്നത്. 1958 മുതൽ 1966 വരെ 7 വർഷം
ഒന്നാലോചിച്ചു നോക്കൂ, 7 വർഷം നീണ്ട ഈജിപ്തിലെ വിദ്യാർത്ഥി ജീവിതം തങ്ങളുടെ ജീവിതത്തിലെ മഹാനവറുകളുടെ ജീവിതത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമാണ്. തിരക്കുകളൊന്നുമില്ലാത്ത പഠന കാലഘട്ടം വെറും എഴുത്തും വായനയും കൊണ്ട് മഹാനവറുകൾ ധന്യമാക്കിയിരുന്നു. പഠനത്തിന്റെ സമയത്ത് പഠനം മാത്രം, അതൊക്കെ വലിയ 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 രീതിയിലുള്ള മോട്ടിവേഷനുകൾ നമുക്ക് തരുന്നുണ്ട്. വലിയ രീതിയിലുള്ള മോട്ടിവേഷനുകൾ നമുക്ക് തരുന്നുണ്ട് അല്ലേ? അന്ന് പിന്നെ മഹാനവറുകളെ കുറിച്ച് പറയുന്നു, വല്ലാതെ പിന്നെ വിനയവും ലജ്ജയും ഒക്കെ കാണിച്ചിരുന്നു അല്ലേ? അത് പിന്നെ മുഅ്മിനിന്റെ മുഖമുദ്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കാണുമ്പോൾ അല്ലേ, ലജ്ജ ഈമാനിന്റെ പകുതിയാണ് അല്ലേ? അങ്ങനെയല്ലേ പറയാറുള്ളത്? അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ പകുതിയാണ്, ഈമാനിന്റെ ഭാഗമാണ്. മോശത്തരം ചെയ്യുമ്പോ, ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യുമ്പോ ലജ്ജ തോന്നണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അയ്യേ ലജ്ജയാണ് എന്ന് മനസ്സിൽ തോന്നണം. അങ്ങനെയായിരുന്നു മഹാനവറുകൾ. അൽഅസ്ഹറില് പിന്നെ മലബാറില് പിന്നെ മലബാറത്തെ ഞാൻ വലിയ സയ്യിദിന്റെ മകനാണെന്നോ, അല്ലെങ്കിൽ മലബാറത്തെ ഏറ്റവും പ്രൗഢമായ കുടുംബത്തിലെ അല്ലേ പ്രൗഢമായ കുടുംബത്തിലെ അംഗമാണെന്നോ രീതിയിലുള്ള അഹംഭാവമോ പ്രൗഢിയോ ഒരിക്കൽ പോലും ആ മഹാനവറുകളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പിന്നെ പ്രകടമായിരുന്നില്ല. അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഒരു മുഅ്തരിളായ ജുംല പറയുകയാണ്. അങ്ങനെ തന്നെയായിരുന്നു മക്കളെയും വളർത്തിയത് മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. മുനവ്വർ അലി ശിഹാബ് തങ്ങളെയും ഈ തരം തർബിയത്തിലായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വളർത്തിയത്. വളാഞ്ചേരി മർക്കസിൽ സയ്യിദ് അവർകൾ മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കൊണ്ടുവന്നാക്കിയ സമയത്ത്, അവിടെ ബോർഡിംഗിൽ മഹാനവറുകളെ കൊണ്ടുവന്നാക്കിയ സമയത്ത് സ്വാഭാവികമായിട്ട് സയ്യിദാണ്, മാത്രമല്ല ഈ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന വലിയ ആളുടെ മകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉസ്താദുമാർക്ക് പോലും ഒരു തരം, പിന്നെ അച്ചൂർ ഫൈസി ഉസ്താദ് റൂമിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അച്ചൂർ ഫൈസി ഉസ്താദ് ഒരു പക്ഷെ പഠിപ്പിക്കാൻ സാധ്യതയുണ്ട് തോന്നുന്നു ആ തുടങ്ങിയ സമയത്ത്. അപ്പോ പിന്നെ അതുപോലെ സുന്നീസൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് തോന്നുന്നു. അപ്പോ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു സയ്യിദാകുമ്പോൾ നമ്മൾ പിന്നെ നമ്മള് ഒരു പെരുമാറ്റത്തിൽ തന്നെ നമുക്കൊരു പേടിയും അതുപോലെ രീതിയിലുള്ള ഉസ്താദുമാർ പെരുമാറുകയും, മാത്രമല്ല ഒരു ഭക്ഷണമൊക്കെ വേറെ സെപ്പറേറ്റ് ആക്കുകയൊക്കെ ചെയ്ത സമയത്ത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതിൽ കൃത്യമായി ഇടപെടുകയും, അങ്ങനെയൊന്നും വേണ്ട, എന്റെ കുട്ടിക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ, എല്ലാവരും ഏത് രീതിയിലാണോ പഠിക്കുന്നത്, എല്ലാവരും എന്തൊക്കെയാണോ കൊണ്ടു നടക്കുന്നത്, എല്ലാവർക്കും ഏത് രീതിയിലുള്ള സൗകര്യമാണോ ഒരുക്കുന്നത്, ആ രീതിയിലുള്ള സൗകര്യം മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ അതുപോലെ തന്നെയാണ് മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ വളർത്തിയിട്ടുള്ളത്. സാഹിത്യ പഠനമായിരുന്നു മഹാനവറുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം, സാഹിത്യം അല്ലേ? സാഹിത്യത്തിൽ ഒരുപാട് മഹാനവറുകൾ വായിക്കുകയും, പ്രത്യേകിച്ച് ഭാഷയും സാഹിത്യവും തങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. വൈകുന്നേരത്തിലെ ഒഴിവുവേളകളിലൊക്കെ നൈൽ നദിയുടെ തീരത്ത് ഒന്നിരുന്ന് കലാസാഹിത്യ ചർച്ചകളിലൊക്കെ വലിയ പിന്നെ പണ്ഡിതന്മാരുമായിട്ട്, അദ്ദേഹത്തിന്റെ പിന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആളുകൾ ഇന്ന് അറബി സാഹിത്യത്തിലെ പ്രതിഭകളായ വലിയ വലിയ സംഭാവനകൾ നൽകിയ നജീബ് മഹ്ഫൂദിനെ പോലെയുള്ള ആളുകൾ, അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ത്വാഹ ഹുസൈനെ പോലെയുള്ള ആളുകളൊക്കെ മഹാനവറുകൾ അവരുടെ ഒക്കെ കൃതികൾ വായിക്കുന്നതായിരുന്നു മഹാനവറുകളുടെ പ്രധാനപ്പെട്ട ജോലി. എല്ലാ വെള്ളിയാഴ്ചയും അബ്ബാസ് മഹ്മൂദിന്റെ വീട്ടിൽ പോയിട്ട് മഹാനവറുകൾ അവിടെ നടക്കുന്ന ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അബ്ബാസ് മഹ്മൂദ് അഖാദിന് ഒരുപക്ഷെ പിന്നെ ഭാഷയുമായും സാഹിത്യവുമായൊക്കെ ബന്ധമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റൂല. അബ്ബാസ് മഹ്മൂദ് അഖാദ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, രചനകൾ തീർത്തും വ്യതിരിക്തമായ രീതിയിലുള്ള എഴുത്തുകൾ, ഭാഷയിലുള്ള വലിയ കഴിവുകളുള്ള അബ്ബാസ് മഹ്മൂദ് അഖാദ്, അദ്ദേഹം മിസ്റിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുന്ന ചർച്ചകളിലും കാര്യങ്ങളിലും ഒക്കെ സജീവമായ സാന്നിധ്യമായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അങ്ങനെ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ്, പിന്നെ ജാമിഅ അസ്ഹറിലായിരിക്കുന്ന കാലത്താണ് പര്യടനത്തിന് അവിടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിമാനത്താവളത്തിൽ ചെന്നത്.
അന്ന് വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിക്കാൻ വേണ്ടി നിയുക്തനായി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, അന്നത്തെ വിദ്യാർത്ഥി സംഘത്തിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥിയാണെന്നറിഞ്ഞപ്പോ നെഹ്റു ശിഹാബ് തങ്ങളെ വളരെ അഭിനന്ദിക്കുകയും കുറെ നേരം സംസാരിക്കുകയും ചെയ്തു. അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ നെഹ്റു മുഖേന ശിഹാബ് തങ്ങൾ പിന്നീട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ 3 വർഷത്തിന്റെ പഠനശേഷം, അസ്ഹറിൽ 3 വർഷത്തെ പഠനത്തിന് ശേഷം മഹാനവറുകൾ പിന്നീട് പോയത് 1961 കൈറോ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവിടെ നിന്ന് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം, മാജസ്റ്റർ അദ്ദേഹം PG കരസ്ഥമാക്കുന്നുണ്ട് 1961 കൈറോ യൂണിവേഴ്സിറ്റിയിൽ. 1966 അറബ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദവും പിന്നെ അതുപോലെ ചരിത്ര ഗവേഷണവും മഹാനവറുകൾ പൂർത്തിയാക്കി. ഒരുപാട് ആളുകൾ, അന്നത്തെ നമുക്കറിയാം മാലിദ്വീപിന്റെ മുൻ പ്രസിഡന്റായിരുന്ന മുൻ അബ്ദുൽ ഖയ്യൂം, അതുപോലെ മാലി വിദേശകാര്യ മന്ത്രിയായിരുന്ന ഫതഹുല്ല ജമീൽ, അതുപോലെ അങ്ങനെ ഒരുപാട് ആളുകൾ മഹാനവറുകളുടെ സഹപാഠിയായിരുന്നു. പിന്നീടാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. പിന്നീട് ഈജിപ്തിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചെത്തിയ സമയത്ത് തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പാണക്കാട്ടെ ആ സ്വവസതിക്കരികെ കെട്ടിടത്തിന്റെ മുകളിൽ വെറും എഴുത്തും വായനയും ഇബാദത്തുമായി കഴിഞ്ഞുകൂടാനായിരുന്നു മഹാനവറുകൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ തീർത്തും വിധി ഉണ്ടായത് മറ്റൊരു തരത്തിലായിരുന്നു. പിതാവിന് നിർബന്ധമായിരുന്നു സാമൂഹ്യ സേവന രംഗത്തേക്ക് ഇറങ്ങണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻഗാമികൾ തീർച്ചയായും സാമൂഹ്യ സേവനത്തിൽ മുഴുകേണ്ടവരാണ് എന്ന വല്ലാത്ത ബോധം മഹാനായ പൂക്കോയ തങ്ങൾ അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സാമൂഹ്യ സേവന രംഗത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അല്ലേ? ആത്മീയതയുടെ അത്യുന്നതയിൽ മഹാനവറുകൾ വിരാജിക്കുന്ന സമയത്തും മതസൗഹാർദ്ദം, അല്ലേ, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തങ്ങളുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിഫത്ത് എന്ന് പറയുന്നത്, ഒരു വിശേഷണം എന്ന് പറയുന്നത് മതസൗഹാർദ്ദം. പരസ്പരം പോരടിക്കാതെ, പരസ്പരം കലഹിക്കാതെ ജീവിക്കാനും ഒന്നിച്ചു നിൽക്കാനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു രീതി ഉണ്ടല്ലോ. നമ്മൾ എന്ത് പറയുമ്പോഴും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം, അടിയുറച്ച മാർഗം, അതൊക്കെ നമ്മൾ എപ്പോഴും പിന്തുടരേണ്ടതാണ്. അല്ലെ? മതസൗഹാർദ്ദത്തിന്റെ കാവലാളായി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്നു. മനുഷ്യന്റെ ചോര പുരണ്ട കലാപ ഭൂമികളിലൂടെ, ദുരന്തങ്ങൾ ഉഴുതുമറിച്ച കലുഷ നിലങ്ങളിലൂടെ സാന്ത്വനത്തിന്റെ ഇളം തന്നലായി ആ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ തീർത്ഥയാത്ര തുടരുകയായിരുന്നു. അധികാരങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോഴാണ് മനുഷ്യൻ മഹാനാവുന്നതെന്നാണ് 3.5 പതിറ്റാണ്ട് നീണ്ട ആ നേതൃത്വം നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. എങ്ങനെയാ? അധികാരങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോഴാണ് മനുഷ്യൻ മഹാനാവുന്നത്. അല്ലേ? അധികാരം മനുഷ്യനെ ഒരു തരത്തിൽ പല രീതിയിലും മോശക്കാരനാക്കാറുണ്ട്, പല രീതിയിലും മനുഷ്യനെ മോശക്കാരനാക്കാറുണ്ട്. അപ്പോ ഒന്നുമില്ലാതെ, അധികാരത്തിന്റെ യാതൊരു ഭാവവും ഇല്ലാതെ ശിഹാബ് തങ്ങൾ അങ്ങനെ നമുക്ക് മാതൃകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും സ്ഥാനമാനങ്ങൾ തേടി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോയിട്ടില്ല. എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹത്തെ തേടി കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഇരുന്നെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ വളരെ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തതാണ്. അല്ലേ? എന്നാലോ അണികളായ ആളുകളെ ആവേശം കൊള്ളിക്കുന്ന ഉജ്ജ്വല പ്രസംഗത്തിന്റെ ഉടമയോ അല്ലെങ്കിൽ എഴുത്തുകാരനോ കുശാഗ്ര ബുദ്ധിക്കാരനായ രാഷ്ട്രീയക്കാരനോ അല്ലായിരുന്നു. അല്ലേ? ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടും സാമുദായിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ ഒരുപോലെ പ്രക്ഷോഭിക്കുകയും പ്രതിയോഗികളുടെ പോലും ആദരവുകൾ പിടിച്ചുപറ്റുകയും വിവാദങ്ങൾക്ക് അറുതിയില്ലാത്ത കേരളത്തിൽ നിർവിവാദനായി 4 പതിറ്റാണ്ട് കാലം കളങ്കമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുക, എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട്, എല്ലാവർക്കും മുന്നേ നടന്നുകൊണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 4 പതിറ്റാണ്ടോളം പൊതുരംഗത്ത് അംഗീകരിക്കപ്പെടുകയും ചെയ്ത അത്ഭുതമായി മാറി.
അല്ലേ? അത്ഭുതമായി മാറി. രാഷ്ട്രീയപരമായിട്ട് ഈ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ടാവും. വലിയ മാതൃകയായിരുന്നു രാഷ്ട്രീയ രംഗത്ത് കാണിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടിയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് താങ്ങും തണലുമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. തിരക്ക് പിടിച്ച ജീവിതവും അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനവും മറ്റനേകം ഉത്തരവാദിത്തങ്ങളും മൂലം ഔദ്യോഗിക സ്ഥാനങ്ങൾ അധികമൊന്നും ഏറ്റെടുത്തിരുന്നില്ലെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളിലൊക്കെ തങ്ങളുടെ ഒരു തീർപ്പുണ്ടായിരുന്നു. മഹാനവറുകൾ തീർപ്പ് കൽപ്പിക്കുന്ന രീതിയുണ്ടായിരുന്നു. സമ്മേളനങ്ങളിലും അതുപോലെയുള്ള പരിപാടികളിലും മറ്റ് സുപ്രധാനമായ പരിപാടികളിലൊക്കെ ഉദ്ഘാടനം എന്ന വാക്കിനപ്പുറത്ത് ദശാബ്ദങ്ങളായി ചേർത്തു വെക്കപ്പെട്ടത് ശിഹാബ് തങ്ങൾ എന്ന നാമം മാത്രമാണ്. ഞാൻ ഓർക്കുന്നു, ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട മാനുസ്താദ് വഫാത്താകുന്ന ആ പരിപാടിയിൽ കോഴിക്കോട് കടപ്പുറത്ത് ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം നടക്കുകയാണ്. ഉദ്ഘാടകനായി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണുള്ളത്. അങ്ങനെ എന്തോ ഒരു ആളുകൾ വലിയ രീതിയിൽ കുലം കുത്തിയൊഴുകി ഒരുപാട് ആളുകൾ അങ്ങനെ പിന്നെ കോഴിക്കോട് കടപ്പുറം പാൽക്കടലായ സമയമായിരുന്നു. കണ്ണത്താ ദൂരത്തോളം ആളുകൾ. ഒരുപക്ഷെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഗോൾഡൻ ജൂബിലിയിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകും. അന്ന് എന്തോ ഒരു ആളുകൾ തിരക്ക് കൂട്ടി സ്റ്റേജിന്റെ മുമ്പിലേക്ക് വരുമ്പോ തങ്ങള് മൈക്കിന്റെ അടുത്ത് വന്നുകൊണ്ട് എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നതോടുകൂടി പ്രശ്നമൊക്കെ അടങ്ങുന്ന രീതിയിൽ വല്ലാത്ത ഒരു മഹാ അത്ഭുതത്തിന്റെ ഉടമയായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ SYSന്റെ കുറ്റിപ്പുറം സമ്മേളനമായാലും ജമിയത്തുൽ മുഅല്ലിമീൻ സ്വർണ്ണ ജൂബിലി സമ്മേളനമായാലും സമസ്തയുടെ മഹാസമ്മേളനങ്ങൾ മുതൽ പ്രാദേശികമായ നമ്മുടെ പരിപാടികളിൽ വരെ ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യത്തോടെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെത്തി. അല്ലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ കേരള മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഗതിവിഗതികളെ നിർണയിച്ച മുസ്ലിം ലീഗും സമുദായത്തിന്റെ രണ്ടു മേഖലകളെ പ്രതിനിധാനം ചെയ്തപ്പോൾ ആ രണ്ട് സംഘടനകൾക്കും ഒരുപോലെ നേതൃത്വം നൽകി കൊടപ്പനക്കൽ തറവാട്ടിലെ PMS പൂക്കോയത്തങ്ങൾ. അല്ലേ? ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ അതിലേക്ക് സൂചിപ്പിച്ചു. മഹാനവറുകൾ സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഒരേ സമയം കൈപ്പിടിച്ച് നടത്തിയ മഹാ വ്യക്തിത്വമായിരുന്നു. അങ്ങനെ തങ്ങളുടെ വിയോഗാനന്തരം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതൃപദവിയിൽ എത്തിയപ്പോ ഇളയ സഹോദരനായ സയ്യിദ് ഇളയ സഹോദരനായ ഉമർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകളോടൊപ്പം സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് കൂട്ടി നമ്മളെയും നമ്മുടെ ഉസ്താദുമാരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെയൊക്കെ പ്രവർത്തകന്മാരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുതമായിരുന്നു ആ ജീവിതം. വലിയ അത്ഭുതമായിരുന്നു, വലിയ മാതൃകയായിരുന്നു. അങ്ങനെ മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളെ സമസ്തയുടെ ചെങ്കോൽ പദവി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു. 1989 മുതൽ മരണം വരെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഉമർ അലി ശിഹാബ് തങ്ങൾ. അല്ലേ? ഉമർ അലി തങ്ങളുടെ വേർപാടിന് ശേഷം പിന്നീട് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ പലർക്കും നീരസമാണ്. എവിടെയും പാണക്കാട്ട കുടുംബം മുന്നിൽ പോകാൻ പാടില്ല. പാണക്കാട്ട കുടുംബം എവിടെയും പോയി കുറ്റിയടിക്കാൻ പാടില്ല. പാണക്കാട്ട കുടുംബം എവിടെയും പോയിട്ട് പള്ളി തുറക്കാൻ പാടില്ല. അതിലൊക്കെ ഒരു തരം നീരസവും അസ്വസ്ഥതയും ഒക്കെ പ്രകടിപ്പിച്ച ആളുകൾ പിന്നീട് ആ പാണക്കാട്ട കുടുംബം പറയുന്നിടത്തേക്കെത്തി. പാണക്കാട്ട് കുടുംബം എന്താണോ പറഞ്ഞത്, ഇനി അതല്ലാതെ ഞങ്ങൾക്ക് അനുസരിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും വേറൊരു മാർഗമില്ല എന്ന് വരെ അവർ കണ്ടെത്തി. അങ്ങനെയാണ് അത്ഭുതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് പാണക്കാട്ട് കുടുംബത്തിന് പ്രത്യേകിച്ചും വല്ലാത്തൊരു നിഅമത്ത്.
വല്ലാത്തൊരു നിഅമത്ത് പാണക്കാട്ട് കുടുംബത്തിന് അള്ളാഹു നൽകി. ആ ഒരു നിഅമത്ത്, ആ ഒരു നമുക്ക് തന്നെ നേതൃത്വം നൽകാൻ പാണക്കാട്ട കുടുംബത്തിന് അള്ളാഹു ഒരുക്കി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. 1989 നടന്ന ചില പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ ചില ആളുകൾ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കിയ കാലുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും സജ്ജനങ്ങളും സ്വാലിഹീങ്ങളൊക്കെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വല്ലാതെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്തൊരു സമയമായിരുന്നു. ജനുവരി 19 മുതൽ 22 വരെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്താൻ മുസ്ലിയാർ അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ തീരുമാനമെടുത്തു. ഇതോടുകൂടി ആ സംഗതി കൂടുതൽ വഷളായത്. ആ പേര് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എറണാകുളം, അതുപോലെ തൃശൂർ, പാലക്കാട് ജില്ലയിലെ സുന്നി പ്രവർത്തകന്മാരായ ആളുകളിലെ അവരിലെ പ്രധാനപ്പെട്ട ആളുകളെ ചെറുവാളൂർ തൊഴിയൂര് ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബോധപൂർവം ഒഴിച്ചു നിർത്തി അന്നേ വരെ സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്ത് അറിയപ്പെടാത്ത ചിലരെല്ലാം അത് എന്തിന്റെ പേരില്ല? ലീഗിനോടും പിന്നെ പാണക്കാട്ട കുടുംബത്തിനോടും അവർക്കുണ്ടായിരുന്ന വിരോധത്തിന്റെ പേരിൽ അങ്ങനെ ഒരു സ്വാഗത സംഘം പിന്നീട് രൂപീകരിക്കുകയാണ് അവർ ചെയ്തത്. സ്വാഭാവികമായിട്ടും കീഴ്ഘടകങ്ങൾ ഒരു സമ്മേളനം നടത്തുമ്പോൾ, സമ്മേളനം നിശ്ചയിക്കുമ്പോൾ അത് മേൽഘടകത്തെ അറിയിക്കണമെന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ അന്നേ വരെ ഉണ്ടായിരുന്ന ഒരു രീതി, എന്താ ഇനി പറയാ, നമ്മള് ഒരു പേര് പറയല്ലോ ഇംഗ്ലീഷില്, ആ ഒരു രീതി, ആ ഒരു മുറ അത് തെറ്റിച്ചു. സാമാന്യ മര്യാദ പോലും പാലിക്കാതെ നടത്തുന്ന സമ്മേളനം അപകടമാണെന്ന് പിന്നീട് നമ്മുടെ ആലിമീങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ SYS സമ്മേളനത്തിന് സമാന്തരമായി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഇവര് വേറെ സമ്മേളനം നടത്തി. അങ്ങനെ പിന്നീട് മധ്യ കേരള സുന്നി സമ്മേളനം വന്നു. രണ്ടും തമ്മിൽ ഫൈറ്റായി. അങ്ങനെ സുന്നി പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി രണ്ട് വിഭാഗവും പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് അനുരഞ്ജനത്തിന് തയ്യാറാവണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു. അങ്ങനെ നേതാക്കന്മാരുടെ ഉപദേശം മാനിച്ച് മധ്യമേഖല സുന്നി സമ്മേളന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പ്രവർത്തകർ തീരുമാനിച്ചെങ്കിലും പിന്നീട് ടിയാന്റെ വിഭാഗം, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം എറണാകുളം സമ്മേളനവുമായി മുന്നോട്ട് പോയത് കേരള മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. രൂക്ഷമായ ഭിന്നിപ്പിന് പിന്നീട് അത് വഴിവെച്ചു. ആ പേരടിക്കണ്ട ഷിഹാബുക്ക. മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് പിന്നീട് എറണാകുളം സമ്മേളനത്തില് ലീഗ് പ്രവർത്തകരാരും പങ്കെടുക്കരുതെന്ന്, ലീഗ് പ്രവർത്തകരാരും പങ്കെടുക്കരുതെന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് സധൈര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശംസുൽ ഉലമ മഹാനായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകൾ അടക്കമുള്ള സമസ്തയുടെ നിഷ്കളങ്കരായ നേതാക്കന്മാരെ സമസ്തയുടെ ഓഫീസിൽ ഗരാവ ചെയ്യുകയും തടഞ്ഞുവെക്കുകയും അപമാനിക്കുകയും ചെയ്ത വിഘടിതന്മാരായ ആളുകൾക്കെതിരെ രൂക്ഷമായ പ്രതികരണമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നടത്തിയത്. പ്രാസ്ഥാനിക രംഗത്ത് സമസ്തയുടെ വഴിയാണ് ശരിയെന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വഴിയാണ് ശരിയായ വഴി, പ്രാസ്ഥാനിക രംഗത്തും സുന്നത്ത് ജമാഅത്തിനെ വിഭാവനം ചെയ്യുന്ന രംഗത്തുമെന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ വിഭാഗവുമായി ഈ അടുത്ത് ഐക്യ ചർച്ച, കുറച്ചൊക്കെ മുമ്പ് ഇപ്പൊ കുറച്ചടുത്തായിട്ട് ഇങ്ങനെ നടന്ന ഐക്യ ചർച്ചയിലൊക്കെ അതൊക്കെ സജീവമായ സമയത്ത് ആ ചർച്ചയുടെ ഒക്കെ മധ്യസ്ഥം വഹിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർദ്ദേശിച്ചത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ് അല്ലെ. അത് ശംസുൽ ഉലമ ഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വെച്ചൊരു ക്ലോസാണ്, അതിനപ്പുറമില്ല.
അനുരഞ്ജനം അല്ലെങ്കിൽ ഒരു ലയനം അല്ലെങ്കിൽ പിന്നെ ഒരു 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 തരം ഒത്തുതീർപ്പ് രണ്ട് സംഘടനകൾക്കിടയിലും വേണമെങ്കിൽ ആ ഒത്തുതീർപ്പിന്റെ അവസാനം അത് നിയന്ത്രിക്കുകയും അതിന്റെ അവസാനം വെക്കുകയും ചെയ്യുന്നത് പാണക്കാട്ട് കുടുംബത്തിൽ നിന്നായിരിക്കണം എന്ന് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അങ്ങനെ ഒരു ക്ലോസ് മഹാനവറുകളാണ് വെച്ചത്. ഒരുപാട് സ്ഥാനങ്ങളിൽ മഹാനവറുകൾ ഇരുന്നിട്ടുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്, അതുപോലെ വളാഞ്ചേരി മർക്കസ്, ME എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെയൊക്കെ പിന്നെ സമസ്ത നേതൃത്വം നൽകുന്നതോ സമസ്ത നേതൃത്വം നൽകുന്നതോ അല്ലെങ്കിൽ അത് പിന്നെ സമസ്തയുമായി ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രസിഡന്റും അതുപോലെ സമസ്തയുടെ മഹല്ലുകളുടെയൊക്കെ സംരംഭങ്ങളുടെയൊക്കെ അനുഗ്രഹീത നേതൃത്വവുമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ചെറുപ്പത്തിലെ പിന്നെ തങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു പിന്നെ പൂക്കോയ തങ്ങളുടെ പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു. പിന്നെ മഹാനവറുകൾ വളർത്തിയത് പിതൃ സഹോദരനായ അലി പൂക്കോയ തങ്ങളാണ് വളർത്തിയത്. അങ്ങനെ അന്ന് തൊട്ടേ കൊടപ്പനക്കൽ തറവാട്ടില് ആ വീട് പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരായ ആളുകളൊക്കെ എപ്പോഴും സന്ദർശിക്കുകയും അവിടെ വന്ന് അവലാദികൾ ബോധിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അല്ലേ? സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമമാണെങ്കിൽ ഒരു ഗ്രാമത്തിന് മുമ്പത്തെയൊക്കെ ഒരു ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു ഗ്രാമമുഖ്യനുണ്ടാകും. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഗ്രാമമുഖ്യന്റെ അടുത്താണ് വെക്കുക. എന്താ ബിയാർക്ക് അങ്ങനെ ഒരുപാട് ജീവിതത്തിന്റെ പിന്നെ പല മേഖലകളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് പിന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ അല്ലേ? അങ്ങനെ പതിറ്റാണ്ടുകളായി പ്രശ്നങ്ങളും അതുപോലെ പരാതികളുമൊക്കെ ആയിട്ട് ആളുകൾ എത്തുന്നൊരിടമാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്. ഏതൊക്കെ രീതിയിൽ പലതരത്തിൽ സ്വത്ത് തർക്കം മൂത്ത് പരസ്പരം തമ്മിലടിക്കുന്ന ആളുകൾ, വഴിപിരിഞ്ഞ കുടുംബക്കാർ, വല്ലാതെ മാനസിക പ്രയാസം അനുഭവിച്ച് ഒരു പിന്നെ മാനസികമായി വല്ലാത്തൊരു തുമഅനീനത്ത് കിട്ടാൻ വേണ്ടി വരുന്നവർ, നീണ്ട ഒരുപാട് വർഷങ്ങളായി വിടാതെ പിന്തുടരുന്ന രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, രോഗം കാരണം വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗം കാരണം ജീവിത സന്ധാരണം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ അല്ലേ? അങ്ങനെ ഒരുപാട് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ അവിടെ വരുമായിരുന്നു. ശിഹാബ് തങ്ങളെ ഒരു നോക്ക് കണ്ട് സങ്കടം ബോധിപ്പിക്കാൻ എത്തുന്നവർക്ക് അല്ലേ, അങ്ങനെ അവിടെ എത്തുന്ന ആളുകൾക്ക് ജാതി മത രാഷ്ട്രീയം ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, വളരെ കറക്റ്റാണ് പറഞ്ഞത്. കോടതിയിൽ പലപ്പോഴും ഒത്തുതീർക്കാൻ കഴിയാതെ പിരിച്ചുവിടേണ്ടി വന്ന പല കേസുകളും, കോടതിയിൽ ഒരു തീരുമാനത്തിലെത്താനാവാതെ പിരിച്ചുവിടേണ്ടി വന്ന പല കേസുകളും പാണക്കാട് കുടുംബത്തിന്റെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് തീരുമാനമായിട്ടുണ്ട്. അത് അള്ളാഹു തരുന്ന വലിയ ഫضലാണ്. അല്ലേ? മഹാനവറുകൾക്ക് അങ്ങനെ ജാതിയും മതവും ഒന്നും നോക്കി പെരുമാറുന്ന രീതി ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയം നോക്കി പെരുമാറുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഒരുപാട് എല്ലാ പരിപാടികളിലും മഹാനവറുകൾ ഓടിയെത്തുമായിരുന്നു. അത് വീടിന് തറക്കല്ലിടലാലും വേണ്ടില്ല, നിക്കാഹിന് നേതൃത്വം വഹിക്കാൻ വേണ്ടില്ല, അതുപോലെ കടകളോ സ്ഥാപനങ്ങളോ സംരംഭങ്ങളോ പള്ളികളോ അറബിക് കോളേജുകളോ പൊതുപരിപാടികളോ മഹാസമ്മേളനങ്ങളോ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടില്ല. എന്തിനും തന്നെ ശിഹാബ് തങ്ങൾ തന്നെ വേണമെന്ന് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. എന്റെ ചെറിയൊരു വീട് കുടിയിരിക്കണമെങ്കിൽ ശിഹാബ് തങ്ങൾ, എന്റെ ചെറിയൊരു കട ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വലിയ സംസ്ഥാന സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ശിഹാബ് തങ്ങൾ, പള്ളികൾ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ മഹാനവറുകളുടെ നിസ്കാരം കൊണ്ടുള്ള ഉദ്ഘാടനം അല്ലേ? അങ്ങനെയായിരുന്നു.
വന്ന ആരെയും ഒരിക്കൽ പോലും മഹാനവറുകൾ നിരാശരാക്കിയിട്ടില്ല. അത് തങ്ങളുടെ ഏറ്റവും വലിയ മറ്റൊരു വിശേഷണം കൂടിയാണ്. ആരെയും വന്നവരെ ഒന്നും സങ്കടപ്പെടുത്തി നിരാശരാക്കി മഹാനവറുകളുടെ അടുത്തുനിന്ന് ആരും പോയിട്ടില്ല. അല്ലേ? ആവശ്യങ്ങൾ കേട്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾ കേട്ട് പുഞ്ചിരി തൂകി കൊടപ്പനക്കല്ലെ പ്രസിദ്ധമായ വട്ടമേശ, ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, ഒരുപാട് ഒത്തുതീർപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ച, തങ്ങളുടെ ജീവിതം മുഴുവൻ ഇരുന്ന് കണ്ട ആ വട്ടമേശക്കരികിൽ ചെറു പുഞ്ചിരിയോടെ തങ്ങൾ ഇരിക്കുമായിരുന്നു. അവിടെ ശിഹാബ് തങ്ങൾ ഒരേ സമയം ന്യായാധിപനായിരുന്നു, ഒരേ സമയം അഭയസ്ഥാനമായിരുന്നു, ഒരേ സമയം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആശാകേന്ദ്രവും അഭയകേന്ദ്രവുമായിരുന്നു. നിറഞ്ഞ കണ്ണുകളുമായി എത്തുന്ന ആളുകൾ, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുമായി എത്തുന്നവരുടെ മുമ്പിൽ മഹാനായ തങ്ങൾ സാന്ത്വനമായിരുന്നു. തർക്കങ്ങൾക്ക് ഒത്തുതീർപ്പ് നൽകിയിരുന്നു. ഏത് സങ്കീർണ പ്രശ്നവും മൃദുവായൊരു തലോടലിൽ, ഒരു വല്ലാത്തൊരു ചേർത്ത് പിടിക്കലിൽ, അല്ലെ, കൈകൊണ്ട് തോളത്തൊരു തട്ടൽ കൊണ്ട്, അല്ലെങ്കിൽ തലയിൽ വല്ലാതെ ഒന്ന് തലോടൽ കൊണ്ട്, ഒന്ന് തോളത്ത് പിടിക്കൽ കൊണ്ട്, അല്ലേ, മൃദുവായൊരു തലോടലിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുൻവിധികളില്ലാത്ത തീർപ്പുകളായിരുന്നു. പതിഞ്ഞ സ്വരത്തിലെ പ്രാർത്ഥനയിലെ കേൾക്കാൻ വരുന്ന ആളുകൾ, അഭയം പ്രാപിക്കാൻ വരുന്ന ആളുകളൊക്കെ അലിഞ്ഞു പോയിരുന്നു. അല്ലേ? കൊടപ്പനക്കൽ തറവാടിന്റെ ആ പടിവാതിൽക്കൽ ഒരിക്കലും മടഞ്ഞു കിടക്കാറില്ല. ആ വാതിൽ ഒരിക്കൽ പോലും മടഞ്ഞു കിടക്കാറില്ല. അവിടെ എപ്പോഴും ആർക്കും സ്വാഗതമായിരുന്നു. എല്ലാവർക്കും കടന്നു വരാം. ജാതിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, വകഭേദങ്ങളില്ല, നിറങ്ങളില്ല, വർണ്ണവിവേചനങ്ങളില്ല. ഇതൊന്നുമില്ലാതെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ആർക്കും കടന്നു വരാമായിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആർക്കും തേടാമായിരുന്നു. അവധി ദിവസങ്ങളോ സമയത്തിന്റെ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത കോടതിയാ. നമ്മുടെ കോടതിക്കൊക്കെ സമയ നിയന്ത്രണങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, ഊരാക്കുരുക്കുകളുണ്ട്, അല്ലേ? ഇതൊന്നുമില്ലാത്ത കോടതി, പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം നൽകുന്ന കോടതി. പരാതികൾക്ക് അവിടെ പരിമിതികൾ കൽപ്പിക്കാറില്ല. പരാതികൾക്കിവിടെ പരിമിതികളുണ്ടെന്നൊരിക്കൽ പോലും പറയാറില്ല. ഒരിക്കൽ പോലും ഒരു പരാതിയും വെക്കലുമില്ല. ഒരു പരാതിയും നീട്ടിവെക്കില്ലായിരുന്നു. വന്നവരൊക്കെ നിറഞ്ഞ മനസ്സോടെ, ഹൃദയം നിറഞ്ഞുകൊണ്ട്, വന്ന കാര്യം സാധിച്ചുകൊണ്ട്, വളരെ നല്ല മനസ്സോടുകൂടി യാത്ര പോകുന്ന കാഴ്ച, കണ്ണുനീർ തൂകിക്കൊണ്ട്, അല്ലേ, ലക്ഷ്യപ്രാപ്തി നേടിക്കൊണ്ട് വന്നവരൊക്കെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞെത്തി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വീട്ടിൽ വിശ്രമവുമായിരിക്കുന്ന സമയത്ത് കേരള ഹൈക്കോർട്ടിൽ നിന്ന് പാണക്കാട്ടെ വട്ടമേശക്കരികിലേക്ക് പുതിയൊരു കേസെത്തി. എന്താ കേസ്? വേങ്ങര കൂരിയാട് സ്വദേശിയായ അബ്ദുൽ ഹമീദ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഇംതിയാസുന്നിസ, അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, അതാണ് വിഷയം. അത് ഹൈക്കോടതിയിൽ പോയിട്ട് പിന്നീട് തള്ളിയ കേസ്, ഹൈക്കോടതിയിൽ ചെന്നിട്ട് അതിന് ലക്ഷ്യപ്രാപ്തി കണ്ടെത്താൻ കഴിയാത്തൊരു കേസ്, തീരുമാനമാകാതെ പിരിച്ചുവിട്ട കേസ്. അങ്ങനെ അത് കൊടപ്പനക്കൽ വട്ടമേശക്കരികിലെത്തുകയാണ്. കുറെ കാലമായി, ഒരുപാട് കാലം ഈ പ്രശ്നം കോടതിയിൽ ചർച്ച ചെയ്തിട്ട് തീർപ്പായില്ല. അങ്ങനെയാണ് എല്ലാവരുടെയും ആശാകേന്ദ്രവും അത്താണിയുമായ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഈ വിഷയം വന്നെത്തുന്നത്. നേരത്തെ മലപ്പുറം കുടുംബ കോടതിയിലായിരുന്ന ഈ കേസിൽ അനുകൂലമല്ലാത്തൊരു വിധി വന്നപ്പോ പിന്നെയും വീണ്ടും ഹമീദ് എന്ത് ചെയ്തു? ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകി. അങ്ങനെ അന്ന് ഡിവിഷൻ ബെഞ്ചിന് ഒരു സംഘം ഡിവിഷൻ ബെഞ്ചിന് അതിന്റെ കേസിന്റെ ചുമതലയുണ്ടായിരുന്നു. ഇരു കക്ഷികളെയും പലതവണ വിളിച്ചു വരുത്തി കുടുംബ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പലതവണ ചർച്ച നടത്തി നോക്കിയെങ്കിലും പിന്നീട് ഇത് പരാജയപ്പെടുകയുണ്ടായത്. അവസാനം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാമെന്ന് ഇരു കക്ഷികളും
കോടതിയെ ബോധിപ്പിക്കുകയാണ് ചെയ്തത്. അതങ്ങനെയാണ്. പാണക്കാട്ടെന്ന് എന്ത് പറഞ്ഞാൽ അത് അംഗീകരിക്കും. പാണക്കാട്ടെ കുട്ടികളല്ലേ പറഞ്ഞത്, അത് അംഗീകരിക്കണം. ഞാനിപ്പോ ഓർത്തു പോവുകയാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഇവരൊക്കെ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സന്തതികളാണ്. ഇവരവിടെ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങൾ നോക്കണം, നമ്മുടെ പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ ഏത് രീതിയിലാണ് സയ്യിദന്മാരെ കണ്ടിരുന്നത്. കൊടപ്പനക്കൽ തറവാട്ടിലെ അഹ്ലുബൈത്തിന് എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചു, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ സയ്യിദന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുമ്പോ കുളിച്ചുകൊണ്ട് നടന്നു വരികയാണ്. കുളിച്ച് വരുമ്പോ സ്വാഭാവികമായിട്ടും കയ്യിൽ എന്തുണ്ടാകും, തോർത്തും ഉണ്ടാവും, സോപ്പും ഉണ്ടാവും. ഇത് കണ്ട ശംസുൽ ഉലമ ഹൈദർ അലി ശിഹാബ് തങ്ങളെ വിളിച്ചു. ഹൈദർ അലി ശിഹാബ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഇവിടെ വരുന്നറിഞ്ഞു. വന്നു. നിങ്ങൾ കുളിച്ചു വരികയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കുളിച്ചു വരികയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആ സോപ്പ് ഒന്നും ഇങ്ങോട്ട് തന്നാളിന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ സയ്യിദന ശംസുൽ ഉലമ അത് സൂക്ഷിച്ചു, അത് കുളിക്കാൻ ഉപയോഗിച്ചു എന്ന് ഉസ്താദിന്റെ ശരീക്കന്മാരായ ആളുകൾ ഇതുപോലെ അനുഭവം മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ വിഷയത്തിലും ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കാണിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് അവരുടെയൊക്കെ ശരീക്കന്മാരായ ഉസ്താദുമാർ പലപ്പോഴും അനുസ്മരിക്കുന്നത് കാണാം. അങ്ങനെയായിരുന്നു നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഈ കേസ് അവിടെ നിന്നാണ് പോയത്. ഈ കേസ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തെത്തി. തങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനം അവർക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, തങ്ങൾ തീരുമാനം എടുക്കണം. തങ്ങൾ എന്താണോ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറയുകയും അങ്ങനെ അത് പിന്നെ കോടതി അതിനെ വിധിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുവിഭാഗവും ഈ രണ്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും വീട്ടുകാരാവശ്യപ്പെട്ട സമയമൊക്കെ കൃത്യമായി കോടതി വകവെച്ചു കൊടുത്തു. അങ്ങനെ ഈ വിഷയത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഈ കേസുകൾ കേരള ഹൈക്കോടതി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് റഫർ ചെയ്തിരിക്കുന്നുവെന്ന ഒരു ഉത്തരവ്. ഇതിന് തീരുമാനം എടുക്കേണ്ടത് ഹൈക്കോടതിയിൽ നിന്നാണ് തീരുമാനം വരുന്നത്. ഹൈക്കോടതിയിൽ നിന്നാണ് തീരുമാനം വരുന്നത്. കേരളത്തിന്റെ പിന്നെ ന്യായാധിപ സമിതിയിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് തീരുമാനം വന്നു. എന്ത്? ഈ വിഷയത്തിൽ കൂടുതൽ റഫറിന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ കേസ് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ ഉത്തരവ് കോടപ്പനക്കൽ തറവാട്ടിലെത്തിയപ്പോ അല്ലേ 2008 മാർച്ച് 14 രണ്ട് വിഭാഗത്തിലെയും പെട്ട അഭിഭാഷകരെയും മതപണ്ഡിതരെയും ഒക്കെ നിർത്തി ദീർഘമായ ചർച്ച. ശരീരത്തിന്റെ അനാരോഗ്യം ഒരിക്കൽ പോലും വകവെക്കാതെ പാതിരാത്രിയിൽ വരെ ഉറക്കവും ഭക്ഷണവും ഉപേക്ഷിച്ച് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇരുവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ന്യായാന്യായങ്ങൾ സാഗൂതം വളരെ ശ്രദ്ധാപൂർവം കേട്ടു. അവസാനം തങ്ങൾ അവസാനത്തെ തീരുമാനം പറഞ്ഞപ്പോ ഇരു കക്ഷികളായ ആളുകൾ രണ്ട് കക്ഷികൾക്കും ഇരു കക്ഷികൾക്കും പൂർണ്ണമായ സമ്മതമായിരുന്നു. വർഷങ്ങളോളം അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറി, പരാതികൾ മാറി. ഒരൊറ്റ രാത്രിയിലെ തീരുമാനവും ചർച്ചയും കൊണ്ട് അത്രയും കാലം ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന വല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാതികളും ഒക്കെ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി. തീയിൽ വെള്ളമൊഴിച്ചതുപോലെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് സോൾവ് ചെയ്യപ്പെട്ടു. തിരിച്ചു പോരുമ്പോ ഒത്തുതീർപ്പ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ രണ്ട് കൂട്ടക്കാരുടെയും മുഖത്ത് വല്ലാത്ത അത്ഭുതമായിരുന്നു, വല്ലാത്ത സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ഇനി തങ്ങളുടെ സൽക്കാരത്തെക്കുറിച്ച് ബഷീർ സാഹിബ് ഇവിടെ ഇങ്ങനെ ടെക്സ്റ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കൂടി വരികയാണ്. തികഞ്ഞ സൽക്കാരപ്രിയനായിരുന്നു തങ്ങൾ. എല്ലാവർക്കും സൽക്കരിക്കും, എല്ലാവരെയും സൽക്കരിച്ചിരുത്തും. അല്ലേ? കാണാനെത്തുന്നവരോട് ആദ്യം അന്വേഷിക്കുക നിങ്ങൾ ചായ കുടിച്ചോ എന്നായിരിക്കും. അല്ലേ? ഇല്ല എന്നാണെങ്കിൽ ശിഹാബ് തങ്ങളുടെ നിഴലായി ദീർഘകാലം
ശിഹാബ് തങ്ങളുടെ കൂടെ സേവനം ചെയ്ത അലവ്യാക്കാനെ പരിചയമില്ലാത്ത ആരുണ്ടാവില്ല. കടപ്പനക്കൽ തറവാട്ടിലെത്തുന്ന ആർക്കും ഒരു ഗ്ലാസ് ചായയും വല്ല മിക്സ്ചറോ ബിസ്ക്കറ്റുമായി വരുന്ന അലവ്യാക്കയുടെ മുഖം എല്ലാവർക്കും കൃത്യമായി ഓർമ്മയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അലവ്യാക്കാനെ വിളിച്ച് വരുന്നവർക്കൊക്കെ ചിപ്സ് ആയാലും ഹൽവയായാലും ഒക്കെ വിതരണം ചെയ്യും, അല്ലേ? ഒക്കെ വിതരണം ചെയ്യും. വരുന്ന ആളുകൾക്കൊക്കെ ചായയും പലഹാരവും കൊടുക്കുന്ന ഒരു രീതി, അത് പൂക്കോയ തങ്ങൾ പാപ്പാന്റെ കാലം മുതൽ 5 പതിറ്റാണ്ടായിട്ട്, അല്ലേ, അന്ന് മുതൽ അദ്ദേഹം അവിടെ ഉണ്ട്. പൂക്കോയ തങ്ങൾ അങ്ങനെയാണ്. ഒരു കുടുംബത്തിലേക്ക് സന്താനം തേടി വരുന്നയാളെ ഒന്ന് വെള്ളം കൊടുത്ത് ഒരൽപ്പം ദാഹം തീർത്ത്, അതാണ് ഏറ്റവും വലിയ നല്ല ലക്ഷണങ്ങൾ, അല്ലേ? തറവാടിന്റെ സൽക്കാരത്തെ കുറിച്ച് പറയുമ്പോ അലവ്യാക്കാനും പിന്നെ അതുപോലെ കയ്യിലിങ്ങനെ പിടിച്ചു വരുന്ന നിറഞ്ഞ കൂജയും ഒക്കെ ആ തറവാടിന്റെ സൽക്കാരപ്രിയത്തിന്റെ 2 പ്രതീകങ്ങളായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരുപക്ഷേ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ഡയറിയിൽ നിറയെ പരിപാടികളുടെ ഒക്കെ തിരക്കായിരിക്കും. പലപ്പോഴും ക്ഷണിക്കാനെത്തുന്ന ആളുകൾക്കൊക്കെ അവർക്കൊക്കെ പിന്നെ മിനിറ്റുകളുടെ ഇടവേളയിൽ പോലും, അല്ലെ, വളരെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുമായിരുന്നു. ഓരോ പരിപാടിയും കഴിയുമ്പോ, അല്ലെ, ഓരോ പരിപാടിയും കഴിയുമ്പോ തന്നെ കാത്തിരിക്കുന്ന ആളുകൾ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, തന്റെ സാന്ത്വനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, അവരുടെ ഇടയിലേക്ക് പിന്നീട് തങ്ങൾ നടന്നു നീങ്ങുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ആളുകളിലേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ആളുകളിലേക്ക്, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ആൾക്കൂട്ടങ്ങളിലേക്ക്, അങ്ങനെ വേണമെങ്കിൽ പറയാം, നീണ്ട പ്രയാണമായിരുന്നു, ഒരു തീർത്ഥയാത്രയായിരുന്നു. ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ആൾക്കൂട്ടങ്ങളിലേക്ക് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദീർഘപ്രയാണം നടത്തി, അല്ലേ? പല ദിവസങ്ങളിലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ വൈകി, രാത്രി വൈകിയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തിരിച്ചെത്താറുള്ളത്. ഒരിക്കൽ പോലും ദീർഘമായ യാത്രയുടെ മടുപ്പോ അല്ലെങ്കിൽ ക്ഷീണമോ അതൊന്നുണ്ടായിരുന്നില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ക്ഷീണമൊക്കെ ഒന്ന് അകറ്റാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും മുറ്റത്ത് ആൾക്കൂട്ടം, തന്നെ കാത്ത് സാന്ത്വനം തേടി വരുന്ന ആളുകളുടെ, തന്നെ കാത്തു വരുന്ന ഒരുപാട് ആളുകളുടെ നീണ്ട നിര മഹാനവർകൾക്ക് കാണാൻ കഴിയും. ശരീരത്തിന്റെ ആരോഗ്യം പോലും പരിഗണിക്കാതെ, ശാരീരികാരോഗ്യം പോലും അവഗണിച്ച് മഹാനായ തങ്ങള് പുഞ്ചിരിയോട് അവരുടെ പ്രശ്നങ്ങൾക്ക് കാതുകൊടുക്കുമായിരുന്നു. അവസാനത്തെയാളെയും യാത്ര കഴിഞ്ഞ് അയാളുടെ പറച്ചിലുകളും അയാളോടുള്ള സംവാദവും സംവേദനവും ഒക്കെ കഴിഞ്ഞ് അയാളെ യാത്രയാക്കി കഴിയുമ്പോഴേക്ക് നേരം പാതിരയായിട്ടുണ്ടാകും. പക്ഷേ ഒരിക്കൽ പോലും ആ പഴയ മന്ദഹാസം മുഖത്തു നിന്ന് മാഞ്ഞിട്ടുണ്ടാകില്ല. പൂത്തുലഞ്ഞ് വീണ്ടും വീണ്ടും പ്രക്ഷോഭിതമായി ആ പുഞ്ചിരി മുഖത്തുണ്ടാകുമായിരുന്നു. കടലോര പ്രദേശങ്ങളിൽ ഒരുപാട് നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. കടലോര പ്രദേശങ്ങളിൽ വറുതിയുടെ സമയമാകുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, മീൻ കിട്ടാത്ത സമയം വരുമ്പോ ശിഹാബ് തങ്ങള് സമാധാനത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ, സാന്ത്വനത്തിന്റെ, അല്ലേ, മറ്റൊരു കടൽ തീർത്തുകൊണ്ട് കടപ്പുറത്തേക്ക് വരികയാണ്. പട്ടിണി കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, കടലിൽ പോകാനൊരു മാർഗമില്ല. കടൽ ക്ഷോഭിച്ച സമയം കടലിൽ പോകാൻ ഒരു മാർഗമില്ല. ആ സമയത്ത് പട്ടിണി കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സമൃദ്ധി നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് കരങ്ങൾ നീട്ടി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിതാവിന്റെ കാലം തൊട്ട് തന്നെ, പൂക്കോയ തങ്ങൾ പാപ്പാന്റെ കാലം തൊട്ട് തന്നെയുള്ളൊരു പതിവതാണ്. കടലിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളായ ആളുകൾക്ക് അവരുടെ ജീവിത സന്ധാരണത്തിന് വകയില്ലാതെ വരുമ്പോ സയ്യിദന്മാരോട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ യാത്ര കഴിഞ്ഞ് പാതിരാവിനോടടുത്ത സമയം കൊടപ്പനക്കലെത്തിയപ്പോ വേറെ സ്ഥലത്തുനിന്നൊരു പരിപാടി കഴിഞ്ഞിട്ട്
വേറെ സ്ഥലത്തുനിന്നൊരു പരിപാടി കഴിഞ്ഞിട്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് കൊടപ്പനക്കൽ തറവാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ പരപ്പനങ്ങാടിയിൽ നിന്ന് കുറച്ച് ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവരുടെ പരാതി ഒന്ന് മാത്രമാണ്, തങ്ങളെ, പൊന്നു തങ്ങളെ, കടപ്പുറം പട്ടിണിയിലാണ്, പാവങ്ങളായ ഞങ്ങൾ പട്ടിണിയിലാണ്, കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ്, തങ്ങൾ സ്നേഹപൂർവ്വം ഒന്ന് വന്നുകൊണ്ട് തങ്ങൾ അവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം തങ്ങളെ എന്ന് വല്ലാതെ ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ. അങ്ങനെ മഹാനവറുകൾ തങ്ങൾക്ക് ഒഴിവുള്ള ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു ദിവസം വന്നാ മതി. പക്ഷേ അവര് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരിക്കൽ പോലും തങ്ങൾ ആ സമയത്ത് വരുമെന്ന്. തങ്ങൾക്ക് ഒഴിവുള്ളൊരു ദിവസം പറഞ്ഞാൽ മതി എന്ന് അന്വേഷിച്ച അവരോട് അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ അപ്പോൾ തന്നെ പരപ്പനങ്ങാടിയിൽ ഒരു പരിപാടി കഴിഞ്ഞ് രാത്രിയിലെത്തിയ സമയത്ത് വീണ്ടും ആളുകൾ തന്നെ കാത്ത്. പ്രശ്നം എന്താ? കടപ്പുറത്ത് അല്ലെങ്കിൽ കടലിൽ പോകുന്ന ആളുകൾക്ക് അല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കണം. അപ്പൊ നിങ്ങൾ ദ്വാരക്കാൻ ഒരു ദിവസം വരണമെന്ന് പറഞ്ഞ തങ്ങൾ അപ്പോൾ തന്നെ അവരുടെ കൂടെ ചെന്ന് പരപ്പനങ്ങാടിയിലേക്ക് തങ്ങൾ ചെല്ലുകയായിരുന്നു. കടപ്പുറത്ത് അപ്രതീക്ഷിതമായി പാണക്കാട്ടെ വലിയ തങ്ങളെത്തിയപ്പോ കടലിന്റെ മക്കൾക്ക് ആഘോഷത്തിന്റെ പ്രതീതിയായിരുന്നു, വല്ലാത്തൊരു ആഘോഷമായിരുന്നു. ഇളകിമറിയുന്ന കടലിന് മുമ്പിൽ വന്ന് ആകാശത്തേക്ക് കൈ ഉയർത്തി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നടത്തി. ചുറ്റും കൂടി നിന്നവർ ഉറക്കെ ഉറക്കെ ആമീന് പറഞ്ഞുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കടല് ശാന്തമായെന്ന് അന്ന് അവിടെ ആ സാക്ഷ്യത്തിന് അവിടെയുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും പറയുമായിരുന്നു. കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളെ സാന്ത്വനിപ്പിക്കാൻ ഒരിക്കൽ പോലും സമയങ്ങളുടെ വകതിരിവുകൾ മഹാനവറുകൾ ചെയ്തിരുന്നില്ല. അവരെ സമാധാനിപ്പിക്കാൻ മറ്റൊരു സമയം, ഇങ്ങോട്ട് വേറൊരു സമയം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴാണോ ആവശ്യം സമാധാനം, സ്നേഹം, സാന്ത്വനം, അതെപ്പോഴാണോ വേണ്ടത് അത് ആ സമയത്ത് കൃത്യമായി കൈമാറാൻ തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. സമാധാനത്തിന്റെ കാവൽക്കാരനായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മതസൗഹാർദ്ദത്തിന് പോറലേൽക്കുമ്പോഴൊക്കെ ആത്മസംയമനത്തിന്റെ സന്ദേശവുമായി മഹാനായ തങ്ങൾ ഓടിയണയുമായിരുന്നു. വികാരപ്രക്ഷുബ്ധമായ രംഗങ്ങൾ കേരളത്തിലുണ്ടായി, അല്ലേ? ഞാൻ പറയേണ്ട ആവശ്യമില്ല. വികാരപ്രക്ഷുബ്ധമായ രംഗങ്ങളെ പക്വതയോടെയായിരുന്നു തങ്ങൾ കൈകാര്യം ചെയ്തത്. അതിനെ കൈകാര്യം ചെയ്തപ്പോൾ പലരും അതിനെ ഭീരുത്വമെന്ന് കളിയാക്കിയവരുണ്ടായിരുന്നു. പക്ഷേ കാലം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കർമ്മങ്ങളെ ശരിവെക്കുന്നതായിരുന്നു. തങ്ങളെ ചെയ്തതാണ് ഏറ്റവും മികച്ചത്. തങ്ങൾ സ്വീകരിച്ച സമീപനം, തങ്ങളുടെ ആഹ്വാനം, തങ്ങളൊരു ആഹ്വാനം ചെയ്താൽ അത് ഏറ്റെടുക്കുന്ന ആളുകൾ, ആ ഒരു ആഹ്വാനം അത് കാലം പിന്നീട് തെളിയിച്ചു. തങ്ങൾ ചെയ്തതാണ് ശരിയെന്ന് പിന്നീട് കാലം തെളിയിക്കുകയായിരുന്നു. 1992 ജൂലൈ മാസത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറയിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. വർഗീയതയുടെ അഗ്നിജ്വാലകൾ പതുക്കെ വളർന്ന് മൂർത്തീഭാവം പൂണ്ടു. വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. രാത്രിയുടെ മറവിൽ ഫാഷിസ്റ്റ് ശക്തികൾ അതുപോലെ തീവ്രവാദികളായ ആളുകളൊക്കെ കടപ്പുറത്ത് അഴിഞ്ഞാടിയ ഭീതിതമായൊരു രംഗമുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയ്ക്ക്. നിരവധി പേർക്ക് വെട്ടേറ്റു. ഒരുപാട് വീടുകൾ അഗ്നിക്കിരയാക്കി, വീടുകൾ തകർക്കപ്പെട്ടു, ആരൊക്കെയോ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത പരന്നു. പോലീസ് വാഹനങ്ങളുടെ സൈറനുകളും കലാപകാരികളുടെ അട്ടഹാസങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറയെ ക്ഷുബ്ധമാക്കിയത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് അമർച്ച ചെയ്യാൻ വേണ്ടി അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രസേനയുടെ സഹായത്തിന് ആവശ്യപ്പെട്ടു. അന്നത്തെ കേരളത്തിലെ ആളുകൾ അത് കേരള ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ വർഗീയ ലഹളയായത് മാറുമോ എന്നുവരെ ആശങ്കപ്പെട്ടിരുന്നു. ഡൽഹിയിലായിരുന്നു മഹാനായ സയ്യിദ് ശിഹാബ് തങ്ങൾ. ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാനൊരുങ്ങുകയാണ്.
അതറിഞ്ഞപ്പോൾ കലാപവാർത്തയറിഞ്ഞു മഹാനവറുകൾ. ഇതറിഞ്ഞ സമയത്ത് ഉടൻ കോഴിക്കോട്ടേക്കുള്ള യാത്ര അദ്ദേഹം മാറ്റിവെച്ചു, തിരുവനന്തപുരത്തേക്കാക്കി. തന്റെ സാന്നിധ്യം വേണ്ടത് തിരുവനന്തപുരത്താണ്. ഒരിക്കൽ പോലും മതഭ്രാന്തും അതുപോലെ സംഘടനകളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഫാഷിസ്റ്റ് ശക്തികളുടെ പ്രവർത്തനങ്ങളൊന്നും എന്റെ കേരള മണ്ണിലുണ്ടായിരിക്കരുതേ എന്ന ഉറച്ച ബോധമുള്ളതുകൊണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട്ടേക്കുള്ള യാത്ര മാറ്റിവെച്ച് തിരുവനന്തപുരത്തേക്കാക്കിയിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച സമയത്ത് പോലീസുകാര് മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങളിപ്പോ പൂന്തുറയിൽ പോകുന്നത് ശരിയല്ല, പൂന്തുറയിലേക്ക് പോകുന്നത് അപകടമാണ്. അതുകൊണ്ട് പൊന്നുതങ്ങളെ നിങ്ങൾ യാത്ര അങ്ങോട്ട് മാറ്റിവെക്കണം. പോലീസ് മേധാവികൾ അഭ്യർത്ഥിച്ചു നോക്കി. പക്ഷേ ഒരു നാട് മുഴുവൻ വർഗീയതയുടെ അഗ്നികുണ്ഡത്തിൽ കത്തിച്ചാമ്പലാവുന്നത് കണ്ടു നിൽക്കാൻ ഒരിക്കൽ പോലും ആ മനുഷ്യ സ്നേഹി കഴിഞ്ഞിട്ടില്ലായിരുന്നു. സമാധാനത്തിന്റെ ദേവദൂതുമായി പൂന്തുറ കടപ്പുറത്തുകൂടി തങ്ങൾ യാത്ര ചെയ്തു. അഭയാർത്ഥികളായ ആളുകളെ സന്ദർശിച്ചു, സ്നേഹം നൽകി, സാന്ത്വനം നൽകി, വീടും കുടുംബവും നഷ്ടപ്പെട്ടവരുടെ ദുഃഖങ്ങൾ നിറഞ്ഞ മനസ്സോടെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേട്ടുനിന്നു. നീറുന്ന ഹൃദയങ്ങൾക്ക് വല്ലാതെ ആശ്വാസം നൽകി. ഉള്ളിൽ തീരാത്ത പകയുമായി നിൽക്കുന്നവർക്ക് സ്നേഹപൂർവമായ ഉപദേശം, അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ ഭൂമികയ്ക്ക് ഒരുപാട് പറയാനുണ്ട്. ചരിത്രം വളരെ വിശാലമാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയം മുതൽ അതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്, അല്ലേ? ഇനി അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. രണ്ട് വേർപാടുകൾ തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. വിശ്രമമറിയാത്ത തന്റെ ജീവിതത്തിൽ മഹാനവറുകൾക്ക് തണലും തണുപ്പുമായിരുന്നു പ്രിയ സഹധർമ്മിണി ഷരീഫ ഫാത്തിമ ബീവി. മതരാഷ്ട്രീയ ചർച്ചകൾ കൊടപ്പനക്കല കോലായിൽ ചൂടുപിടിക്കുമ്പോൾ എല്ലാത്തിനും മൂകസാക്ഷിയായി മഹതിയായ ആ വീട്ടുകാരി അകത്തുണ്ടാകുമായിരുന്നു. അതിഥികളായ ആളുകളെ സൽക്കരിച്ചും ചായ കൊടുത്തും വീട് നിയന്ത്രിച്ചും അവർ തറവാടിന്റെ വിളക്കായി മാറി. അങ്ങനെ 2006 തങ്ങൾക്ക് ഉണ്ടായ ചെറിയ ഒരു നോർമൽ പ്രഷർ, തലച്ചോറിനുണ്ടായ നോർമൽ പ്രഷർ, അതിനെ തുടർന്നാണ് തങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. അമേരിക്കയിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന സമയത്ത് തന്റെ ഭാര്യയില്ലായിരുന്നു, സ്വീകരിച്ചാനയിക്കാൻ തന്റെ ഭാര്യയില്ലായിരുന്നു, അല്ലേ? ആ സമയത്തൊക്കെ തങ്ങൾ വന്ന സമയത്ത് തങ്ങൾ അന്വേഷിച്ചിരുന്നു. ജീവിതം മുഴുവൻ താങ്ങായി നിന്ന പ്രിയ സഹധർമ്മിണിയുടെ മയ്യിത്ത് നിറഞ്ഞ പ്രാർത്ഥനയോടെ മക്കളായ ആളുകൾ അറിഞ്ഞിരുന്നെങ്കിലും തങ്ങളെ അറിയിച്ചിരുന്നില്ല. അത് മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇതൊന്നും അറിയാതെ അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ ആശ്വാസത്തോടെ കിടക്കുകയായിരുന്നു ശിഹാബ് തങ്ങൾ. തങ്ങൾ തിരിച്ചെത്തുന്ന ദിവസം എല്ലാവർക്കും വളരെ കൃത്യമായി ഓർമ്മയുണ്ടാകും. ആ ഒരു സമയം രാഷ്ട്രീയപരമായി ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച സമയം. തങ്ങൾ തിരിച്ചെത്തുന്ന ആ ദിവസം സ്വീകരിക്കാൻ കരിപ്പൂർ എയർപോർട്ടിൽ നേതാക്കൾ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിരുന്നു. എല്ലാവരുടെയും മുഖത്തും മ്ലാനതയാണ്. എല്ലാവർക്കും അറിയാം തങ്ങൾ അന്വേഷിക്കും. ചികിത്സ കഴിഞ്ഞ് ആശ്വാസത്തോടെ തിരിച്ചെത്തുന്ന നേതാവിനോട് പറയാനുള്ളത് ദുഃഖത്തിന്റെ വർത്തമാനങ്ങളെ അവരുടെ കൈവശമുള്ളൂ. ഒരുപാട് ദുഃഖം, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം. അങ്ങനെ വീട്ടിലെത്തിയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പ്രിയ അനിയൻ ഉമർ അലി ശിഹാബ് തങ്ങളാണ് ആ വാർത്ത പറയുന്നത്. തന്റെ പ്രിയ പത്നി യാത്രയായ വിവരം, നേടിയെടുത്ത മുഴുവൻ ആരോഗ്യവും ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോകുന്ന അവസ്ഥ. ആരായാലും അങ്ങനെയാ. പക്ഷേ ആരെയും തളർത്തുന്ന ആ ഒരു നിമിഷത്തെ ശിഹാബ് തങ്ങൾ സമചിത്തതയോടെ നേരിട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. രാവേറെ ക്ഷീണിതനായി വീട്ടിൽ തിരിച്ചെത്തുമ്പോ പൂമുഖവാതിലിൽ വിരിയുന്ന ആ പുഞ്ചിരി, അതിനിയുണ്ടാവില്ലെന്ന സത്യം പതുക്കെ തങ്ങൾ ഉൾക്കൊള്ളുകയായിരുന്നു.
മയ്യിത്ത് നിസ്കാരം നിർവഹിച്ച് പ്രിയ പത്നിയുടെ ഖബറിനടുത്തു പോയി ദുആയിരുന്നു. പിന്നീട് തങ്ങൾ അറിഞ്ഞത് പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള നഷ്ടമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും മഹാനവറുകളുടെ മനസ്സ് തളർന്നില്ല, ആരോടും തട്ടിക്കയറിയതുമില്ല. എല്ലാം കൊണ്ടും തകർന്നും ഒക്കെ നിൽക്കുന്ന നേതാക്കളായ ആളുകളെ ആശ്വസിപ്പിച്ചും പ്രവർത്തകരുടെ വികാരമൊക്കെ ഉൾക്കൊണ്ടും തങ്ങളങ്ങനെ വേറിട്ട് നിന്നു. അങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ വ്യത്യസ്തനാകാൻ കഴിയണം, വേറിട്ട വ്യക്തിത്വമാവാൻ കഴിയണം. അപ്പോഴേ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ, സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നീടുണ്ടായ നഷ്ടം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷത പദവിയിലിരുന്ന മുസ്ലിം സമൂഹത്തിന്റെ വലിയ നഷ്ടമായിരുന്നു, തീരാ നഷ്ടമായിരുന്നു സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അല്ലേ? തറവാട്ടുകാരനോരെന്നാ പറയാ. ഫുഖാഹ തങ്ങളുടെ കാലം മുതലേ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഉമർ അലി തങ്ങളായിരുന്നു അല്ലേ? സങ്കീർണമായ പ്രശ്നങ്ങളിൽ പോലും ഉമർ അലി ശിഹാബ് തങ്ങളോട് കൂടിയാലോചിച്ചിട്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തീരുമാനമെടുത്തിരുന്നത്. അങ്ങനെയാണ് എന്തിനും തീരുമാനമെടുക്കുമ്പോൾ ഒക്കെ ഒന്ന് കൂടിയാലോചിച്ച്. അങ്ങനെ ആ ഉമർ അലി ശിഹാബ് തങ്ങളും വിട പറഞ്ഞിരിക്കുന്നുവെന്ന് വിവരമറിഞ്ഞപ്പോ ഒരിക്കൽ പോലും ആ മനുഷ്യന്റെ, മഹാനായ മനുഷ്യന്റെ ആത്മവീര്യം ഒരിക്കൽ പോലും ചോർന്നു പോയില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരിക്കൽ പോലും നിന്നതുമില്ല. ഉമർ അലി തങ്ങളുടെ മരണവിവരം ശിഹാബ് തങ്ങളെ അറിയിക്കാനെത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ വിയോഗം അറിയിച്ചത്. അങ്ങനെ അറിയിച്ച സമയത്ത് മഹാനവറുകൾ പറഞ്ഞ മറുപടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അതിനെ നേരിടുകയായിരുന്നു. ഇങ്ങനെ നമുക്കിടയിൽ സൂര്യനായി പ്രശോഭിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോടൊപ്പം നടന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനേറെ 100 നാവാണ്. നിരന്തരമുള്ള യാത്രകളും ഇടതടവില്ലാത്ത പൊതുപരിപാടികളും തങ്ങളുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചിരുന്നു, പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരുന്നു അല്ലേ? വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഏറെ പ്രയാസപ്പെട്ടാണ് പരിപാടികളിലൊക്കെ തങ്ങൾ എത്തിയത്. 2009 ഓഗസ്റ്റ് 1 ശനിയാഴ്ച തങ്ങള് ചെറിയ പരിക്കേൽക്കുകയും പിന്നീട് അത് അവിടെ നിന്ന് മഹാനവറുകൾ വഫാത്തിലേക്ക് കലാശിക്കുകയുമായുണ്ടായത്. അങ്ങനെ എനിക്കൊക്കെ ഓർമ്മയുണ്ട്. 2009 ഓഗസ്റ്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിട പറഞ്ഞിരിക്കുന്നു എന്ന് ചാനലുകളിൽ മിന്നിമറഞ്ഞ ഫ്ലാഷ് ന്യൂസ് വിശ്വസിക്കാനാവാതെ കേരളത്തിലെ അപാലവൃദ്ധം ജനങ്ങൾ തരിച്ചു. വാർത്ത ഒരിക്കൽ പോലും, ഞങ്ങൾ കേട്ട വാർത്ത ഒരിക്കൽ പോലും ശരിയാവരുതേ എന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. മലപ്പുറത്തെ പത്രം ഓഫീസുകളിലേക്ക് തുരതുരെ ഫോൺ കോളുകൾ വന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഒന്ന് മാത്രം, കേട്ട വാർത്ത ശരിയാണോ? പതുക്കെ പതുക്കെ കേരളത്തിലെ ആളുകൾ, കേരളം അത് ഉൾക്കൊള്ളുകയായിരുന്നു. 3.5 ദശാബ്ദക്കാലം ഒരു നിലാവ് പോലെ പ്രകാശം ചൊരിഞ്ഞ് മുമ്പേ നടന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിന് കൂട്ടിനുണ്ടാവില്ല എന്ന സത്യം എല്ലാവരും ഉൾക്കൊള്ളുകയായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരുത്തു പകർന്ന സമാധാനത്തിന്റെ നിലച്ചുപോയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുകയായിരുന്നു. കേരളം ഉറക്കമൊഴിച്ചൊരു രാത്രിയായിരുന്നു അത്. അന്നെല്ലാ വഴികളും മലപ്പുറത്തേക്കായിരുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഓടിക്കൂടിയ ജനക്കൂട്ടം കണ്ണീരിന്റെ മഹാപ്രവാഹമായി പാണക്കാട്ടേക്ക് ഒഴുകാൻ തുടങ്ങി. അവർക്ക് പലതുമായിരുന്നു ശിഹാബ് തങ്ങൾ. മനസ്സ് നോവുമ്പോൾ സമാധാനിപ്പിക്കുന്ന സാന്ത്വനമായിരുന്നു. ഹൃദയങ്ങളിൽ തിന്മ പുകയുമ്പോൾ സ്നേഹത്തോടെയുള്ളൊരു ഉപദേശമായിരുന്നു. ഗതി കിട്ടാതെ അലയുമ്പോൾ ആശ്വാസമാവുന്ന പിടിവള്ളിയായിരുന്നു. എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ടാണ് നഷ്ടപ്പെടുന്നത്. നിമിഷങ്ങൾ കൊണ്ട് കൊടപ്പനക്കൽ തറവാട് ജനസാഗരമായി.
അത് പാണക്കാടും കടന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പരന്നൊഴുകി. എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ 8 കിലോമീറ്റർ ഒരു രാത്രി മുഴുവൻ നടന്നു തീർത്തത്, 8 കിലോമീറ്റർ നടന്നു തീർത്തത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായ ദിനമായിരിക്കും. അത് തന്നെയായിരിക്കും എന്റെ ജീവിതത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ നടന്ന സമയം. 8 കിലോമീറ്ററുകളോളം ആ പൂമുഖം ഒന്ന് കാണാൻ ഞങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. കുരിയാട് മുതൽ മലപ്പുറം വരെയുള്ള ഗതാഗതം സ്തംഭിച്ചു നിന്നു. ആളുകൾ ഒഴുകാൻ തുടങ്ങി. ജനപ്രതിനിധികളായ ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, ഇങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ ആ സങ്കടക്കടലിൽ ഒരു കണ്ണിയായി അലിഞ്ഞു ചേരാൻ എല്ലാവരും യാത്ര ചെയ്തു. എല്ലാ മനസ്സിലും ഒരേ ഒരു ലക്ഷ്യം മാത്രം, മണ്ണിലേക്കെടുക്കും മുമ്പ് പ്രിയ നേതാവിന്റെ മുഖം ഒരു നോക്കുകൂടി കാണണമെന്ന ആഗ്രഹം. അങ്ങനെ നേതാക്കള് വല്ലാതെ വിഷമിച്ചൊരവസ്ഥ കൂടിയായിരുന്നു. ആളുകളെ നിയന്ത്രിക്കാൻ എങ്ങനെ പറ്റും? അങ്ങനെ പിന്നീട് 7 മണിയോടെ മയ്യത്ത് ടൗൺ ഹാളിൽ, പിറ്റേ ദിവസം മയ്യത്ത് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. ഞാനൊക്കെ കുറെ തിരക്ക് കൂട്ടിയിട്ടുണ്ട് ഒന്ന് കാണാൻ വേണ്ടി. ആളുകളുടെ പ്രവാഹമാണ്. ഗേറ്റ് മറിച്ചിട്ടും ഗേറ്റിന് മുകളിലും മതിലിന് മുകളിലും ഒക്കെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷമെങ്കിലും, ഒരു നേരമെങ്കിലും ആ പൂമുഖം ഒന്ന് കാണാൻ. മനസ്സിൽ ദുഃഖത്തിന്റെ തിരയൊരുക്കി വിതുമ്പലുകൾ അടക്കിപ്പിടിച്ചുകൊണ്ട് ആളുകൾ ചൂട് പോലും വകവെക്കാതെ മഴയെ വകവെക്കാതെ മണിക്കൂറുകളോളം ജനസാഗരം ആ പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി കാത്തുനിന്നു. എല്ലാ കണ്ണുകളിലും കണ്ണീരിന്റെ നനവുണ്ടായിരുന്നു. എല്ലാ മനസ്സുകളിലും വേദനയുടെ നിറവുണ്ടായിരുന്നു. മുഖം കാണിക്കുന്നില്ലെന്നറിഞ്ഞിട്ടും ആ സാമീപ്യത്തിലെങ്കിലും ഒന്ന് എത്താൻ എല്ലാവർക്കും തിടുക്കമായിരുന്നു. അങ്ങനെ ആളുകൾ തിരക്ക് കൂട്ടിയപ്പോ അടുത്തുള്ള ബിൽഡിങ്ങുകളിലേക്കൊക്കെ ആളുകൾ വലിഞ്ഞു കയറാൻ തുടങ്ങി. ഗേറ്റിനടുത്ത് ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് വല്ലാതെ പണിപ്പെട്ടു. അങ്ങനെ തങ്ങളുടെ മയ്യത്ത് നേരിൽ കണ്ടവർക്കൊരിക്കൽ പോലും വിശ്വസിക്കാനാവുന്നില്ല തങ്ങൾ മരിച്ചു എന്ന്. പച്ചപ്പതാക പുതച്ച് ശാന്തനായി കിടക്കുന്ന പ്രിയ നേതാവിനരികിലെത്തിയപ്പോ ചില ആളുകൾ വിതുമ്പലടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ രംഗം നമുക്ക് കാണാൻ കഴിഞ്ഞു. സ്നേഹവും സൗഹൃദവും മാത്രം നൽകിയ ആ മഹാമനുഷ്യന് അവർ സ്നേഹം തിരിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ രാവിലെ ആദ്യത്തെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പിന്നീട് ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ഒക്കെ ഓരോ നിസ്കാരത്തിലും, ഓരോ തവണയും നിസ്കരിക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി ഓരോ നിസ്കാരത്തിലും ആയിരങ്ങൾ തങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാനുണ്ടായിരുന്നു. ശിഹാബ് തങ്ങളുടെ വിയോഗ വാർത്തയറിഞ്ഞ് ഗൾഫ് നാടുകളിൽ നിന്ന് പല പ്രതിനിധികളും തങ്ങളുടെ ജനാസ ഒരു നിമിഷം കാണാൻ വേണ്ടി എത്തിയിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം 2 മണിയോട് കൂടെയാണ് പാണക്കാട്ട് പള്ളിയിൽ മഹാനവറുകളെ ഖബറടക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനാ മന്ത്രങ്ങളെ സാക്ഷിയാക്കി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജനാസ 6 അടി മണ്ണിലേക്ക് വെച്ചു. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും, ഇതിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. മിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ, ഇതിൽ നിന്ന് പിന്നീട് നിങ്ങളെ പുറപ്പെടുവിക്കും എന്ന ആ മഹത്തായ വചനം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന വാക്കോടുകൂടി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ശരീരം ഖബറിലേക്ക് വെച്ചു. ആ മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കുന്നത്. ഒരിക്കൽ കൂടി ആ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം പുറത്തെടുക്കുമെന്ന ആ വാചകം എല്ലാവരും കണ്ണീരോടുകൂടി ഉരുവിട്ടു. കൂടി നിന്ന ആളുകൾ ഖുർആനിക വചനങ്ങൾ ഓതിക്കൊണ്ട് ആ മഹാനവറുകളുടെ ഖബറിനടുത്ത് നിന്ന് കൂടിയിരുന്നവർ 3 പിടി ഖബറിലേക്ക് മണ്ണ് വാരിയിട്ടു. ഇന്ന് മഹാനായ പൂക്കോയ തങ്ങൾക്കും മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്കും അരികെ തന്റെ പ്രിയപ്പെട്ട കടലുണ്ടിപ്പുഴയോരത്ത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്തിയുറങ്ങുകയാണ്. ഇത് നമുക്ക് വലിയ മാർഗമാണ്. തങ്ങൾ കാണിച്ചു തന്നത് ഒരു വലിയ ജീവിത രേഖയാണ്. തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഏത് രീതിയിൽ നമ്മൾ
ഏത് രീതിയിൽ നമ്മൾ പെരുമാറണം, ഏത് രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, അന്യമതസ്ഥനായ ഒരാളോട് എങ്ങനെ പെരുമാറണം, അയൽവാസിയോട് എങ്ങനെ പെരുമാറണം. അല്ലേ? പ്രകൃതിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു തങ്ങൾക്ക്. പ്രകൃതിയെ എപ്പോഴും അങ്ങനെയാ, വെള്ളം നനച്ചും ചെടികൾ വളർത്തിയും വീട്ടില് ഒരുപാട് കിളികൾ വളർത്തിയും മൃഗങ്ങളെയൊക്കെ വെച്ച്, അല്ലേ, ഒക്കെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുമാ. പലപ്പോഴും വയനാടൻ കുന്നുകളൊക്കെ കയറിപ്പോകുമ്പോൾ വയനാടൻ ചുരങ്ങൾ കയറിപ്പോകുന്ന സമയത്ത് ചുരത്തിനടുത്ത് പലപ്പോഴും വണ്ടി നിർത്തി കുരങ്ങുകൾക്ക് കടല കുറിക്കാൻ കൊടുക്കുന്ന രംഗം പലപ്പോഴും പറയാറുണ്ട്, അനുസ്മരിക്കാറുണ്ട്. ജീവികളോടൊക്കെ വല്ലാത്ത സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. തങ്ങൾ അങ്ങനെയായിരുന്നു. എല്ലാവരെയും ഒരേപോലെ കണ്ടു, എല്ലാവരുടെയും തോളത്ത് കൈവച്ച് സംസാരിച്ചു, എല്ലാവരെയും തന്നിലൊരാളായി കണ്ടു. അങ്ങനെയായിരുന്നു. ഇത് നമുക്ക് വലിയൊരു മാർഗമാണ്, വലിയൊരു മാതൃകയാണ്. ജീവിതത്തിൽ എങ്ങനെയാകണം, ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയായിത്തീരണം എന്നൊക്കെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് പരലോകമോക്ഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകളെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു മാർഗം പിന്തുടർന്നുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അഹ്ലു ബൈത്തി കസഫീനതി നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എന്റെ അഹ്ലു ബൈത്ത്. ഫമൻ റകിബഹാ നജാ, ആരെങ്കിലും ആ കപ്പലിൽ കേറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ രക്ഷപ്പെട്ടു. നമ്മളൊക്കെ രക്ഷപ്പെട്ടവരാ. നമ്മൾ അഹ്ലുബൈത്തിന്റെ പിന്നാലെ നിന്നവരാ. നമ്മൾ അഹ്ലുബൈത്തിനോട് സ്നേഹം പ്രകടിപ്പിച്ചവരാ. അഹ്ലുബൈത്തിനെ ദേഷ്യപ്പെടുത്താത്തവരാ. അല്ലേ? അഹ്ലുബൈത്തിനെ വേദനിപ്പിക്കാത്തവരാ. അഹ്ലുബൈത്തിനെ ബുദ്ധിമുട്ടിക്കാത്തവരാ. അഹ്ലുബൈത്തിനെ കുറ്റം പറയാത്തവരാ. അഹ്ലുബൈത്തിനോട് അനിഷ്ടക്കേട് പ്രവർത്തിക്കാത്തവരാ. അഹ്ലുബൈത്തിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാ. അഹ്ലുബൈത്തിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാ. അഹ്ലുബൈത്തിനോട് നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നവരാ. അല്ലേ? തിരിച്ചും അങ്ങനെയായിരുന്നു. ഒരു വല്ലാത്ത സ്നേഹം കൊടപ്പനക്കൽ തറവാടിനോട് നമ്മൾ കാണിക്കുന്നു. കൊടപ്പനക്കൽ തറവാടിനോട് നമ്മൾ വല്ലാത്തൊരു സ്നേഹം കാണിക്കുന്നു. അള്ളാഹു ആ കുടുംബത്തിന് വലിയ നിഅമത്തുകൾ ചെയ്തിരിക്കുന്നു. ഈ മുസ്ലിം ഉമ്മത്തിന്റെ അമരത്തിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ രീതിയിലുള്ള ഭാഗ്യം കൊടപ്പനക്കൽ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട്. അതിൽ അസൂയ പൂണ്ടിട്ടൊരു കാര്യമില്ല, അതിൽ അസൂയ വെച്ചിട്ടൊരു കാര്യവുമില്ല. അതവർക്ക് നഷ്ടം എന്നല്ലാതെ, അത് അസൂയ വെക്കുന്ന അസൂയാലുക്കൾക്ക് നഷ്ടമല്ല എന്നല്ലാതെ പലപ്പോഴും ഈ വേദിയിൽ പലപ്പോഴും പറയപ്പെടാറുണ്ട്. അല്ലേ? എന്തെല്ലാം തരത്തിലുള്ള മൂരാച്ചി പ്രസംഗങ്ങൾ വരെ നടത്തി സയ്യിദന്മാർക്കെതിരെ. അല്ലേ? മുസ്ലിം ലീഗ് എന്ന പാർട്ടി നന്നാവണമെങ്കിൽ പാണക്കാട്ടുന്നുള്ള ആളുകളിൽ മാറി നിൽക്കണമെന്ന്, അല്ലേ, പ്രസംഗിച്ച് നടന്ന വായാടികൾ ഉണ്ടായിരുന്നു ഇവിടെ. അവരൊക്കെ പാഠം പഠിച്ചു കഴിഞ്ഞു. കൊടപ്പനക്കൽ തറവാട്ടിനെതിരെ പ്രവർത്തിച്ചവരും ധിക്കാരപൂർവ്വം നിന്നവരും അസൂയ കാണിച്ചവരും കുശുമ്പ് കാണിച്ചവരും ഒക്കെ പാഠം പഠിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാത്ത പാഠം പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ അഹ്സനൽ ജസാ. ഞാൻ അവസാനിപ്പിക്കുന്നു. وآخر دعوتي أن الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങൾ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജസാക്കല്ലാഹു ഖൈറൻ യാ ഉസ്താദ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് നിസബ് അൽ വാഫി അവർകളായിരുന്നു ഇതുവരെയും നമ്മളോട് സംവദിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവർകളുടെ 5ാമത്തെ ആണ്ടാണ് ഇന്ന് നടക്കുന്നത്. അതിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണം വളരെ വിശാലമായി അവിടത്തെ മദ്ഹുകൾ നല്ല നിലയിൽ നമുക്ക് കേൾപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കേട്ടതിനെയും ആ ഉസ്താദ് നമുക്ക് പറഞ്ഞതിനെയും ഒരു സ്വാലിഹായ അമലാക്കി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ.